ചില സഭയൊക്കെ ചില ആൾക്കാരുടെ പേരിൽ അറിയപ്പെടുകയല്ലേ. തങ്കച്ചൻ്റെ സഭ, ലില്ലിക്കുട്ടിയുടെ സഭ, കുഞ്ഞോനച്ചാൻ്റെ സഭ. നിങ്ങൾ ഏത് സഭയില? ഞങ്ങൾ കുഞ്ഞോളമാമ്മയുടെ സഭയില. നിങ്ങൾ ഏത് സഭ? ഞങ്ങൾ കുഞ്ഞോനച്ചാൻ്റെ സഭയില. വന്നിപ്പോ യേശുവിന് സഭ ഇല്ല. യേശു വാതൊക്കെ നിന്ന് മുട്ടുക, ജോയിക്കുട്ടി എന്നെയും കൂടെ കയറ്റാൻ. അന്നേരം പറഞ്ഞു പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുക, വെയിറ്റ് ചെയ്യാൻ. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട 66 പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. അത് സംഗീത പുസ്തകങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമേറിയ പുസ്തകമാണ് സങ്കീർത്തനം. ആ സങ്കീർത്തനം തന്നെ 5 പുസ്തകങ്ങളായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. ഇതില് സിംഹഭാഗ സങ്കീർത്തനങ്ങളും ദൈവത്തിന്റെ ദാസനായ ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിനാൽ എഴുതപ്പെട്ട നിരവധി സങ്കീർത്തനങ്ങൾ. പിന്നീട് ആസാഫിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളുണ്ട്. ലേവി ഗോത്രത്തിൽ കോരയ്ക്ക് കുലത്തിൽ ബേരക്യാവിന്റെ മകനാകുന്ന ആസാഫിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ വായിക്കേണ്ട 16, 17, 18, 16-ാം അധ്യായത്തിന് 4 ആ തിരുവെടുത്തുകൾ പഠിക്കുമ്പോൾ ലേവി ഗോത്രത്തിൽ കോരയ്ക്ക് കുലത്തിൽ ബേരക്യാവിന്റെ മകനാകുന്ന ആസാഫിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നീട് കോരകപുത്രന്മാരുടെ സങ്കീർത്തനങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കോരകന് 3 പിള്ളേരായിരുന്നെന്ന അത് 3 പേരോട് ചേർന്ന് സങ്കീർത്തനം എഴുതിയേച്ച് അപ്പന്റെ പേരിനാലാണ് കോരകപുത്രന്മാർ. പിള്ളേരുടെ പേരൊന്ന് വായിച്ചോ ജെയിംസ് മാസ്റ്റർ. കോരകിന്റെ പുറപ്പാട് 6:24. പുറപ്പാട് 6:24. ഈ കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാബ്. 3 പേരാ കോരഹിന്റെ പുത്രന്മാർ. അസൂർ, എൽക്കാന, അബിയാസാബ്. ഇവര് 3 പേരോട് എഴുതി. അതിൽ ആരാ എഴുതിയെന്നൊന്നും കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പേര് കൊടുത്തപ്പോ കോരകപുത്രന്മാര്. സ്തോത്രം. അപ്പോൾ അവരുടെ സങ്കീർത്തനങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ശലോമോനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമുണ്ട്. യദുഥൂൻ പാടിയ ചില സങ്കീർത്തനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ അഹരോന്റെ അനുജനാകുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ ശ്രേഷ്ഠമേറിയ പ്രാർത്ഥനയാണല്ലോ 90-ാം സങ്കീർത്തനം. അപ്പോൾ 90-ാം സങ്കീർത്തനം മോശ എഴുതി. ഇനി 91-ാം സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് പുസ്തകത്തിന്റെ ഹെഡിങ്ങിൽ ഇല്ലെങ്കിലും ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് 91 യോശുവ എഴുതിയെന്ന. അപ്പൊ 90 മോശയും എഴുതി, 91 യോശുവയും എഴുതി. അതിന് ഒരു ചെറിയ കാര്യം പറയുന്നത്, അതിലൊരു വാക്യമുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. പറ്റി നിന്നവരിൽ 2 പേരാ പ്രധാനികള്, കാലേബും യോശുവായും. തർക്കിക്കൊന്നും വേണ്ട. ഇനി അത് പറഞ്ഞ് സെന്റർ 2 ആകുകയും വേണ്ട. അപ്പോൾ അതങ്ങ് വിട്ടുകളഞ്ഞിരുന്നു. അത് പറഞ്ഞ് സൂക്ഷിച്ചിരുന്നേ. എല്ലായിടത്തും പക്ഷമാണല്ലോ. ഇനി യോശുവയുടെ പക്ഷവും മോശയുടെ പക്ഷവുമായി 2 പക്ഷമാകണ്ട. അപ്പോൾ 90 മോശ എഴുതിയും 91 യോശുവയാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണെന്ന് ആമേൻ അഭിപ്രായം. അത് ഇനി പേരുകൾ പറയാത്ത ധാരാളം സങ്കീർത്തനമുണ്ട്. നമുക്കറിയാം അജ്ഞാത സങ്കീർത്തനം, ആരോഹണ സങ്കീർത്തനം, അവരോഹണ സങ്കീർത്തനം, മശിക സങ്കീർത്തനം, ഇടയ സങ്കീർത്തനം, പ്രേമ സങ്കീർത്തനം, ഇങ്ങനെ സങ്കീർത്തനങ്ങളുടെ നീണ്ട പട്ടിക. ശ്രദ്ധിക്കുക, വേർപെട്ട ദൈവമക്കളുടെ ഒട്ടുമിക്ക കൂട്ടായ്മ യോഗങ്ങളിലും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഒരു പുത്തൻകൂറ്റ് ബന്ധുക്കോസുകാർ പറഞ്ഞ സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന. അവനെല്ലാം മട്ട. സങ്കീർത്തനം വായിക്കരുത്, സങ്കീർത്തനം വേണ്ട. ചെല്ലു പറയുന്നത് പഴയ നിയമമേ വേണ്ടെന്നാ പറയുന്നത്. ഒരുത്തൻ ചോദിച്ചു പോലും ഇതൊന്നിച്ച് കുത്തിക്കെട്ടിയതാരാന്ന്. അല്ല, പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒന്നിച്ച് അവനതാ അറിയേണ്ടത്. ഒന്നിച്ച് കുത്തിക്കെട്ടിയത് ആരാ? ഞാൻ കേട്ടപ്പം പറഞ്ഞു അവനെ കുത്തിക്കെട്ടാതെ ഇരിക്കട്ടെ. ഇപ്പൊ അത്രോ പറയുന്നുള്ളൂ. എടാ, മിഷനറിമാർ ഇവിടെ വന്ന് എന്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പട്ടിണി കിടന്ന് പാടുപെട്ട് ഈ തിരുവെടുത്ത് നമ്മുടെ കയ്യിൽ തരാൻ അധ്വാനിച്ച് കയ്യിൽ തന്ന് നിനക്കിപ്പോ ഇച്ചിരി കാശും പുത്തനുമായി ഇച്ചിരി കുന്തളിപ്പ് കയറിയപ്പോൾ അവൻ ചോദിക്കുക ഇത് കുത്തിക്കെട്ടിയത് അവനതാ ഇപ്പൊ അറിയേണ്ടത്. വേറെ ഒരു വിഡ്ഢി ചോദിച്ചെന്ന് കേട്ടു, ആ പടിയനെയുമെല്ലാം അങ്ങ് പറിച്ചു കീറി കളഞ്ഞേക്കാൻ. ഞാൻ പറഞ്ഞു അവനെയും കീറാതിരിക്കട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, വേദപുസ്തകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും പ്രസംഗിക്കാം, ഏത് ഭാഗവും വായിക്കാം, ഏത് വാക്യങ്ങളും എടുക്കാം. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്.
അതുകൊണ്ട് നൂതന ഉപദേശക്കാർ അഭിഷിക്തന്മാരോട് പറയാ, അങ്ങനെയൊക്കെ വന്ന് സഭയിൽ ചിലപ്പോൾ കാശുള്ള അച്ചായന്റെ മോനായിരിക്കും, അമേരിക്കൻ പണം കാണും, ഗൾഫുകാരുടെ പണം കാണും, പേർഷ്യക്കാരുടെ പണമൊക്കെ കാണും, അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ വേലയ്ക്ക് നല്ലതാ. പക്ഷേ ഇങ്ങനെയുള്ള ഉപദേശവുമായിട്ട് വന്നാൽ അഭിഷിക്തന്മാർ അന്നേരം അതിനെ ശാസിച്ചിരുത്തണം. അങ്ങനെയുള്ളവൻ അവസരവും കൊടുക്കരുത്. അതിനോട് പറയണം, പോയിരുന്ന് ഈ ഗുണം വായിച്ചു വരാൻ പറയണം. സ്തോത്രം. പറയാൻ ഇച്ചിരി ആംബിയറും വേണം. പിന്നെ ഞാൻ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്ന കാരണം, അതുങ്ങൾ പേടിച്ചായിരിക്കുന്ന കാരണം, എങ്ങനെ ബന്ധപ്പെട്ട ഒരു സഭ കിട്ടിയത്. പിന്നെ ഇത് സങ്കീർത്തനത്തിന്റെ കാര്യം പറഞ്ഞ ഉള്ള സഭയും കൂടെ പോകണ്ട. ഭാര്യമാരും പറയും, നിങ്ങൾക്ക് എന്നാത്തിന്റെ നിങ്ങൾ അവിടെ എങ്ങനെയോ സങ്കീർത്തനം വായിക്കോ, തദർജ്ജവാക്യം വായിക്കോ, നിങ്ങൾക്ക് സങ്കീർത്തനം വായിക്കാൻ മുട്ടി നിൽക്കുക, അന്ന് രാത്രി എന്നെ വായിച്ച് കേൾപ്പിച്ചാൽ മതി. ആണ് ഇതെല്ലാം കെട്ടിപ്പറക്കി പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് ദൈവദാസന്മാരും വളരെ ഒതുക്കുകയല്ല, അവർ ഗുണദോഷമായിട്ട് പറയും. ഇത് പേടിച്ച് പാസ്റ്റർമാരും ഇപ്പൊ തന്നെ ട്രാൻസ്ഫറും അങ്ങനെ, സ്ഥലം മാറ്റം അങ്ങനല്ലേ, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ നീ ഇങ്ങോട്ട്, അങ്ങനല്ലേ ഇപ്പോഴത്തെ. അല്ലാതെ നടത്തിപ്പല്ലല്ലോ. എനിക്ക് ഇംഗ്ലീഷ് എനിക്ക് അറിയത്തില്ല. ഉമ്മച്ചാൻ പറഞ്ഞു ഇംഗ്ലീഷ്, ഞാൻ പറഞ്ഞാൽ ഓക്കെ അല്ല. ഉമ്മച്ചാൻ തന്നെ പറ. ഇയോട്ട് ഇതിന് നീളമില്ലേ മോനെ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, അതാ നല്ലത്. വേറെ ഏതാണ്ട് പറഞ്ഞായിരുന്നു ഇംഗ്ലീഷില്. അത് ഞാൻ പറഞ്ഞാൽ ഓക്കുകയല്ല മോനെ. ഇത് ഇച്ചിരി നീട്ടി തരണേ. അപ്പൊ ശ്രദ്ധിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ അങ്ങനെയാണേ സ്ഥലം മാറ്റം. സ്തോത്രം. അവിടെ ഞാൻ എന്റെ വിഷയമല്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. വെറുതെ സൺഡേ കൺവെൻഷൻ ചലോഗ്യം ഉണ്ടാക്കിയെന്ന് പറയണ്ട. ഒരു കാര്യം ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയാം, വേദപുസ്തകത്തിലെ ഏത് ഭാഗവും പ്രസംഗിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ന്റെ ഒടുവിലത്തെ വാക്യം വരെ ദൈവശ്വാസീയമാണ്. എല്ലാ തിരുവിടത്തും ദൈവശ്വാസീയമാണ്. അതുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ദൈവദാസന്മാരോടും കൂടെ അത് ഉപദേശമല്ല എങ്കിലും പ്രബോധനമാ. സങ്കീർത്തനം വായിക്കരുത്, പഴയ നിയമം പ്രസംഗിക്കരുത്, പഴയ നിയമം പറയരുതെന്ന് ആരേലും പറഞ്ഞു വന്നാൽ അവൻ ദുരുപദേശം പറയുന്നവന് അവൻ അവസരം കൊടുക്കരുത്. അവന് ക്രമീകരണം വരുത്താതെ കൊടുക്കുകയും ചെയ്യരുത്. എല്ലാ തിരുവെടുത്തും ദൈവശ്വാസീയമാണ്. സ്തോത്രം. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാറയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും ചുറ്റികയും. പാരിൽ ഇതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. പാരിൽ ഇതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങൾ അങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. 2 ഭാഗങ്ങൾ അങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യാവിന്റെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യാവിന്റെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഒരു കാര്യം പറയട്ടെ, എല്ലാ തിരുവെടുത്തും ദൈവശ്വാസീയമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിലെ ഏത് ഭാഗവും പഠിപ്പിക്കാൻ, ധ്യാനിക്കാൻ, പ്രസംഗിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഏത് ഭാഗത്തൂടെ പോയാലും എങ്ങനെ വന്നാലും ഇതിലെ പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തുവാണ്. ഉൽപ്പത്തിയിൽ കൂടെ വന്നാലും പുറപ്പാടി കൂടെ കയറി ഇറങ്ങിയാലും വെളിപ്പാടി വന്നാലും ഇതിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഇതിനകത്ത് പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. അതാണല്ലോ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, ഇതിനകത്ത് പ്രതിപാദ്യ വിഷയം. വായിച്ചേ തീത്തോസ് 2:11. സകല മനുഷ്യ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അത് വായിച്ചു, അന്നേരം ഇത് ശരിയാകും. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത്തിനായിരിക്കും കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട്
ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. സകല മനുഷ്യക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പൊ പ്രതിപാദ്യ വിഷയം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഇതിനകത്ത് പ്രതിപാദ്യ പുരുഷൻ അവൻ മാനവ ജനതയെ രക്ഷിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന നസറേനാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രതിപാദ്യ വിഷയം സകല മനുഷ്യരുടെയും രക്ഷ. ഇത് സുവിശേഷ യോഗം കൂടെ ആയതുകൊണ്ട് പറയാ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ രക്ഷപ്പെടാൻ, യേശു ക്രിസ്തു മാത്രം. മറ്റൊരു തലനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ രക്ഷപ്പെടത്തില്ല. രക്ഷിക്കപ്പെടാൻ ഒറ്റയ്ക്ക് ഒരു മാർഗം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, മൈന നടക്കണ്ട, ഭൗതിക വസ്തുക്കളെ കൊണ്ട് തിരുമുൽ കാഴ്ച വെക്കണ്ട, കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട. നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് അനുതാപത്തോടെ പ്രാർത്ഥിക്കും, യേശുവേ ഞാനൊരു ഭാവിയാ, യേശുവേ എന്നെ രക്ഷിക്കണം, യേശുവേ എന്റെ ഉള്ളത്തിലേക്ക് വരണം, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അപ്പോൾ ഇതിലെ പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തു, പ്രതിപാദ്യ വിഷയം സകല മനുഷ്യരുടെയും രക്ഷ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഏത് ഭാഗത്തു നിന്നും പ്രസംഗിക്കാം. അത് അധികം വിവരിക്കുന്നില്ല. നമ്മൾ 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാ വായിച്ചത്. ഓർമ്മിച്ചല്ലോ, വേർപെട്ട ആ ദൈവമക്കളുടെ മിക്ക കൂട്ടായ്മ യോഗങ്ങളിലും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. ഇവിടെ ശ്രേഷ്ഠരായ ദൈവദാസന്മാരുണ്ട്, അവരത് ചെയ്യുന്നവരാ. ഒരു വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിക്കും. സാധാരണ വായിക്കുന്നത് 45. എനിക്ക് തോന്നുന്നത് ആ സന്ദർഭത്തിലാണ് ആ കുറച്ചുകൂടെ ഒക്കുന്ന സങ്കീർത്തനം. വിവാഹം കഴിച്ചവർക്കും കഴിക്കാൻ പോകുന്നവർക്കും ഇനി കഴിക്കാനുള്ളവർക്കുമല്ല അതിലെ വാക്യങ്ങൾ വളരെ പ്രചോദനവും സന്തോഷവും പ്രത്യാശയും നൽകുന്നതാണ്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക. പിന്നെ എന്റെ ഭാഷ നോക്കാതിരിക്കുന്ന നല്ലത്. അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അന്തപുരത്തിലെ രാജകുമാരി, പിന്നെ അന്തപുരത്തിലെ രാജ്ഞി, ചന്തമേറും ശോഭമൂലം. അന്തപുരത്തിലെ രാജ്ഞി, ചന്തമേറും ശോഭമൂലം. എന്തു പരിപൂർണ യാമിവൾ, അണിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണ യാമിവൾ, അണിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്തതാ. എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ. ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. അത് പാടാൻ നേരമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 45-ാം സങ്കീർത്തനം ആ ശുശ്രൂഷയ്ക്ക് ഒരു ഭൂഷണമാണ്. അതുപോലെ തന്നെ നമ്മെ വിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന ദുഃഖവേളയിൽ വിലാപഭവനങ്ങളിൽ കർത്തദാസന്മാർ ചെല്ലുമ്പോൾ സാധാരണ 90-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് സമയമുണ്ടെങ്കിൽ ചില തിരുവെടുത്തുകൾ അടിസ്ഥാനമാക്കി സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നത് ദുഃഖിതരാകുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും ധൈര്യത്തിനും ഉതകും. അത് 90-ാം സങ്കീർത്തനമാണ് കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ ഒരു പുതിയ ഭവനം നമ്മൾ പണിത് ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സഭയോട് അറിയിക്കും. ദൈവദാസന്മാരും ദൈവമക്കളും വരും. കർത്താവിന്റെ ദാസന്മാരിൽ ചുമതലപ്പെട്ടവര് ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച അനന്തരമാണ് ആ ഭവനത്തിൽ പാർക്കുവാൻ നമ്മൾ തുനിയുന്നത്.
നിന്റെ കൈയുടെ അധ്വാന ബലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്. എങ്ങനെയാന്ന് ദൈവത്തിനറിയാം. എന്നാലും ആ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച വീട് പണിത ജോയിക്കുട്ടിയെ അതിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ദൈവം തരുന്ന അവകാശമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞിനെ തരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസന്മാർ ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ശുശ്രൂഷയ്ക്കൊരു ഭൂഷണമാണ്. ആ മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലവും വീരന്റെ കയ്യിലെ അസ്ത്രം അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തന്നെ യാവനാടിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്കും കൂടപ്പെടുന്നവർക്കും എല്ലാം ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദൈവമക്കൾ പ്രിയപ്പെട്ടവർ ജോലിയോടുള്ള ബന്ധത്തിൽ, പഠനത്തോടുള്ള ബന്ധത്തിലൊക്കെ വിദൂര യാത്രയോ വിദേശ യാത്രയോ ദീർഘയാത്രയാകട്ടെ പോകുമ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയോടും ശുശ്രൂഷകനോടും അറിയിക്കും. ചിലര് ആരോടും പറയാതെ മുങ്ങുന്ന ആൾക്കാരും ഉണ്ട്. സ്തോത്രം. തലേന്ന് നമ്മൾ ചന്തക്കുന്നി വെച്ച് കണ്ടതാ, പിറ്റേന്ന് രാവിലെ കോള് വരിക, ഹലോ പാസ്റ്ററെ, ഞാൻ സാമ, എവിടാ, ചുള്ളിയോടാണോ? ഇല്ല, ഞാൻ ദുബൈയിലാന്ന്. അയ്യോ, നമ്മൾ ഇന്നലെ 5:30 ആയപ്പോൾ അവിടെ വെച്ച് കണ്ടല്ലോ ചന്തക്കുന്ന്. രാത്രി ഒരു വിസ കിട്ടി. ഞാനിഞ്ഞ് വിസ കിട്ടിയിട്ട് 5 ആഴ്ചയായി, മിണ്ടുകയല്ല. അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ സഭയോടും ദൈവമക്കളോടും ദൈവസഭയോടൊക്കെ കൂറുള്ളവര് ഉൾപ്പെട്ട് നിൽക്കുന്ന ശുശ്രൂഷകനോട് സഭയോടും പറയും. ഇനി ഒരാഴ്ചക്കകം ആ വിസ കിട്ടിയാലും പാസ്റ്ററോടൊന്ന് പറയും, പാസ്റ്ററെ സഭയായിട്ട് യോഗം നടത്താൻ ഒക്കുന്നില്ലെങ്കിൽ ദൈവദാസം വന്ന് പ്രാർത്ഥിച്ചു വേണം എന്നെ വിട. അതൊക്കെ അതിൻ്റെ ക്രമീകരണങ്ങൾ. ഗുണം പിടിക്കാനാണ് അതൊക്കെ ചെയ്യണം. അപ്പോൾ ദൈവദാസൻ അല്ലെ ദൈവസഭ വന്ന് സമയവും സന്ദർഭം നോക്കി യോഗം നടത്തുമ്പോൾ ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് തലേ കൈവച്ച് പ്രാർത്ഥിക്കും. അത് യാത്രയാകുന്നവനും വീട്ടിലുള്ളവർക്കും കൂടപ്പെട്ടവർക്കും ഒരു ബലമാണ്. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അപ്പോൾ മിക്ക ശുശ്രൂഷകൾക്കും ഉതകുന്ന വാക്യങ്ങളും പാരായണം ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അത് സന്ദർഭോചിതമായിട്ട് വായിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷിച്ചാൽ കേൾക്കുന്നവർക്കല്ല അനുഗ്രഹമാണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വിശ്വാസമാർഗത്തിൽ വന്ന സമയം ഇപ്പൊ അങ്ങനെ അധികം ആ രീതി അല്ലല്ലോ. പണ്ടൊക്കെ സഭകളിൽ എല്ലാവരും സാക്ഷ്യം പറയും. അപ്പോൾ നമ്മുടെ പഴയ അമ്മമാരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചില അമ്മച്ചിമാര് 2 ശീലി പാട്ടുമൊക്കെ പാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച രോഗമായിരുന്നു, വളരെ ക്ഷീണതയായിരുന്നു, ഈ ആരാധനയ്ക്ക് വരുവാൻ പോലും പറ്റുമെന്ന് ചിന്തിച്ചതല്ല. ശനിയാഴ്ച രാത്രിയും അതിവേദനയാൽ ഭാരപ്പെട്ടു. ഞായറാഴ്ച രാവിലെ സഭായത്തിന് പോകുന്നില്ല എന്ന് ചിന്തിച്ച് ക്ഷീണം ഉള്ളത് കൊണ്ട് അങ്ങനെ ഇരുന്നെങ്കിലും ആരാധന മുടക്കണ്ടെന്നോർത്ത് ക്ഷീണമാന്നേലും വയ്യായാലും ഒത്തിയും മെലിഞ്ഞും എത്തിയും ചാടി ഇത്തറ്റം വന്നു. ഞാൻ വന്നിട്ടും എനിക്ക് പാട്ട് പാടാനും കൈയടിക്കാനും ഒന്നും പറ്റിയില്ല, പുറകിലിരിക്കുകയായിരുന്നു, വളരെ ക്ഷീണമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദാസൻ എഴുന്നേറ്റ് ആ ദൈവവചനം സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചപ്പോൾ എന്നോടുള്ള ദൂതായിരുന്നു. എൻ്റെ ദൈവം എന്നോട് ഇടപെട്ടു, ഞാൻ ബലപ്പെട്ടു എന്ന് പറഞ്ഞ് ചില മാതാക്കൾ സാക്ഷ്യം പ്രസ്താവിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സങ്കീർത്തന ശുശ്രൂഷ വളരെ അനുഗ്രഹമാണ്. അത് ഞാനധികം വിവരിക്കുന്നില്ല. അതുകൊണ്ട് സങ്കീർത്തന പാരായണം തെറ്റല്ല, സദൃശവാക്യം പാരായണം ചെയ്യുന്നതും തെറ്റല്ല. വേറെ പുസ്തകത്തിൽ ഏത് ഭാഗവും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. നമ്മൾ ഇന്ന് രാത്രി 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ് വായിച്ചത്. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഈ കാദേശ് മരുഭൂമിയെ നടുക്കിയ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ഈ ശബ്ദം ഈ പന്തലിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ദൈവശബ്ദം കേട്ട് ഇന്ന് രാത്രി തിരിച്ചു പോകാമോ? ശ്രദ്ധിക്കുക, ദൈവം സംസാരിക്കുന്ന പല നിലകളിലാണ് സംസാരിക്കുന്നത്. പല നിലകളിൽ ദൈവം സംസാരിക്കും. ഞാൻ പറയാനുണ്ട്, ഈ ദൈവദാസന്മാര് ചിലര് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എഴുന്നേറ്റ് നിന്ന് വലിയ ബഹളവും വെപ്രാളവും എന്നെ പോലെ നടക്കുന്നൊന്നുമില്ല, അല്ലെ ഓടുന്നൊന്നുമില്ല, ശാന്തമായിട്ട് നിന്ന് നന്നായിട്ട് ദൈവവചനം പറയുന്ന അഭിഷിക്തന്മാര് പലരുണ്ട്, ഇവിടെയുമുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസികളിൽ ചിലരെ ഇതെല്ലാം കേട്ടേച്ച് തിരിച്ചു പോകുമ്പോൾ പറയും, കൃപയുള്ള ആളല്ലെന്നാ തോന്നുന്നത്, കാരണം എന്നെ പോലെ ഓടിയാലേ കൃപയുള്ളൂ. അപ്പൊ അവര് അവിടെ നിന്ന് ശാന്തമായിട്ട് അടുക്കടുക്കായിട്ട് വചനം നന്നായിട്ട് ഡീപ്പായിട്ട് നല്ല കേൾക്കാൻ എന്തോ ഇമ്പമാ, എന്തോ ആസ്വാദ്യമാ, എന്തോ വചനത്തിന്റെ ആഴമാ. എനിക്കറിയാം അങ്ങനെ അനേക ദൈവദാസന്മാര് നന്നായിട്ട് വചനം പറയും. പക്ഷെ നമ്മുടെ ആൾക്കാര് പിരിഞ്ഞു പോകുമ്പോ അഭിപ്രായം, അഭിഷേകമൊന്നും ഉള്ള ആളല്ല, കൃപയില്ല, കുഴപ്പമില്ല, എന്നാലും ദൈവാത്മാവല്ലെന്നാ പറഞ്ഞു. എന്നാൽ വേറെ ചിലരെ അറിയാം, ഒരു കഴമ്പും കാണുകയല്ല, വേറെ പുസ്തകത്തിന്റെ എക്കും ബുക്കും അറിയാൻ മേല, ചുമ്മാ നിന്നങ്ങ് അലറുക, ഓടിവായോ എന്നാ വിളിക്കുന്നത്.
നാളെ ഒരാൾ പറഞ്ഞു എന്തെന്നില്ലാത്ത സാന്നിധ്യം പറഞ്ഞ് പുള്ളി നിൽക്കുക, പുള്ളി മിണ്ടുന്നില്ല. ഈ പാവം പിടിച്ച സഹോദരിമാരിത് കണ്ട് അവർ ഗ്ലോറി 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 വിലക്കം വീണതാന്നോ ശ്വാസം അടഞ്ഞതാന്നോ അത് നിങ്ങൾക്ക് പറയാൻ മേല. പിന്നെ അങ്ങനെയാണല്ലോ നമ്മുടെ അന്തരീക്ഷം. വചനം ഒന്നും അറിയത്തില്ല, വചനം പറയത്തുമില്ല ചിലര്, പക്ഷെ ചുമ്മാ ബഹളം ഉണ്ടാക്കും. നമ്മുടെ ആൾക്കാർ പോകുമ്പോ പറയും ഭയങ്കര ഉണർവ്, കത്തി. പിന്നെ കത്തിയാ, എന്തോ കത്തിയെന്ന്, ഒന്നും കത്തിയിട്ടില്ല. ഇപ്പൊ ചൊല്ലി പറയാറുണ്ട് ഭയങ്കര കത്തലാന്ന്, ഒന്നും കത്തിയിട്ടില്ല, ഒന്നും കത്തുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ശരിയായ ആത്മാവിന്റെ കത്തലാണെങ്കിൽ കൂട്ടുവേലക്കാർക്കും കൂട്ടുദാസന്മാർക്കും ദ്രോഹം ചെയ്യുമോ? അടുത്തിരിക്കുന്ന രണ്ടുപേരും മിണ്ടുന്നില്ല, ഈ കത്തലെല്ലാം ഉണ്ടായിട്ടും കൈ കൊടുക്കുന്നുമില്ല, മിണ്ടുന്നുമില്ല, കാണുമ്പം പടല് വെട്ടിട്ട് പോവുക. അതൊന്നും കത്തലല്ല, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കുക. ശരിയായിട്ട് കത്തുന്നുണ്ടെങ്കിൽ കൈ കൊടുക്കാനും സംസാരിക്കാനും സഹകരിക്കാനും മനസ്സ് വരണം, ക്ഷമിക്കാൻ മനസ്സ് വരണം. ആത്മാവിന്റെ കത്തലാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ്, എങ്കിലും നമുക്ക് ക്ഷമിക്കാൻ മനസ്സുണ്ടാകും. അതാ കത്തുന്നത്. ഇത് പിന്നെയും വൈരാഗ്യവും കുശുമ്പും മുന്നായ്മയും കൂടുക. അപ്പൊ കത്തലല്ല, അന്യാഗ്നി കത്തിക്കുക. അന്യാഗ്നി കത്തിച്ച കൊച്ചുങ്ങളുടെ കാര്യം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 10-ാം അധ്യായത്തിൽ. ഇപ്പം തുറക്കുന്നില്ല, കാരണം ഈ സന്ദർഭത്തിൽ അത് പറയുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവൻ ചിലരെ എഴുന്നേറ്റ് കാര്യവും കടമ്പും ഒന്നും കാണുകയില്ല, ഭയങ്കര ബഹളമാണ്. നമ്മുടെ ആൾക്കാർ പറയും ഭയങ്കര ഉണർവായിരുന്നെന്ന്. ഞാനൊരു കാര്യം പറയാം, കുറ്റമല്ല പറഞ്ഞത്. ശാന്തമായിട്ടും ദൈവം ഇടപെടും, ശക്തമായിട്ടും ഇടപെടും. വളരെ ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടും, ശാന്തമായിട്ട് ദൈവം ഇടപെടും. വേദപുസ്തകത്തിൽ 3 പദങ്ങൾ പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 1:14-15 വാക്യത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണന വിവരിച്ചു വരുന്ന വേളയിൽ പറയുന്നൊരു പദമുണ്ട്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. വായിച്ചേ, 1:14 മുതൽ വായിച്ചു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ. യോഹന്നാൻ എന്ന അപ്പോസ്തലനെ നാട് കടത്തി പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി 2 കാരണത്താൽ ആ നാട് കടത്തിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. 9-ാം വാക്യം വായിച്ചേ ജെയിംസ് മാസ്റ്ററെ. 9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്നു. പത്മോസ് എന്ന ദ്വീപിൽ 2 കാരണത്താൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനം നിമിത്തം ആ പത്മോസിൽ നാട് കടത്തപ്പെട്ടത്. പിന്നെ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസത്തിൽ അവശനായെന്നല്ല, വിവശനായെന്നാന്നല്ലോ അദ്ദേഹം ക്ലിയർ ആയിട്ടാ വായിച്ച. ഞാനൊന്നുകൂടെ പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പോൾ അങ്ങ് അവശതയാണ്. ആത്മാവി നിറഞ്ഞ അവശത, ആത്മാവി നിറഞ്ഞ അവശതയല്ല, ആമേൻ സ്തോത്രം, വിവശതയാ വന്നത്. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന് കാഹളത്തിനൊരു ശബ്ദം എന്റെ പുറകെ കേട്ടു. എന്നോട് സംസാരിച്ച നാരമെന്ന് കാൺമാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളെ കിട്ടുവാനായി മനുഷ്യപുത്രന്റെ സദൃശനായവനെ ഞാൻ കണ്ടു. തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തു. 14-ാം വാക്യം. അവന്റെ തലയും തലമുടിയും വെളുത്ത എല്ലാം ഡൈ ആന്നല്ല, തലയും തലമുടിയല്ല വെളുത്ത ഹിമം പോലെ വെള്ളയും. വായിച്ചോ, പേടിക്കുന്നില്ല, തൊടുന്നില്ല, വിട്ടുപോക്കോ. കണ്ണാഗ്നി ജ്വാലയ്ക്കൊത്തതും കാലുള്ളി ചുട്ടുപഴിപ്പിച്ചുള്ള കാച്ചി പഴുപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോടുമുഖ പാപമാദിത്യൻ ശക്തിയോടും പ്രകാശിക്കും പോലെയും തല്ല മൂട്ടി ധവളപ്പഞ്ഞ് പോലെ ഇരിക്കുന്ന ദൈവപുത്രനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. അതെ, അപ്പൊ ശ്രദ്ധിക്കുക, തലയും തലമുടിയെല്ലാം വെളുത്ത് പഞ്ഞു പോലെ, ഹിമം പോലെ വെളുത്ത്. അടുത്തത്, നക്ഷത്രമുണ്ട്. അവന്റെ വലങ്കിയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായിട്ടുള്ള വാൾ പുറപ്പെടുന്നു. പിന്നെ അവന്റെ മുഖം സൂര്യ ശക്തിയോട് പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. പിന്നെ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന് കാൽക്കൽ വീണു. അടുത്തത്, അവന് വലങ്കി എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട. അവിടുത്തെ തിരുശബ്ദത്തെ പറ്റി കൊടുത്തിരിക്കുക, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. ഇന്ന് രാത്രി ആ ശബ്ദം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. അപ്പോൾ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ദൈവം ഇടപെടും. അങ്ങനെ ദൈവം സംസാരിക്കും. അപ്പോൾ തന്നെ സാവധാനത്തിലും ദൈവം സംസാരിക്കും. അറിവുള്ള വാക്യമാ 19:11. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:11. അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചോ. വേദപുസ്തകമാണെന്നല്ലോ, കൊണ്ട് കുഴപ്പം വരികയില്ല.
നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു. 11 മുതലാണോ? യെസ്. ഒന്നുകൂടെ നോക്കിക്കേ. ആ, അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റടിച്ചാലൊന്നും അതിലൊന്നും യഹോവ ഇല്ല. പിന്നെ കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിന് യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. നിർത്തിക്ക. തീ കാത്തും ഇല്ല. അന്നേരം നമ്മൾ പറയാം ആ തീ കത്തട്ടെന്നോ? ഏത് തീയാന്നോ? ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റിൽ ഒന്നുകൂടെ വരിക. തീയിലും ആട്ടെ, ഒന്നും പറയുന്നില്ല ഞാൻ. അടുത്ത വാക്യം വായി. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരം. അപ്പോൾ വെളിപ്പാട് 1:14 പെരുവെള്ളത്തിന്റെ ഇരച്ചില് പോലുള്ള ശബ്ദം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ന്റെ 11-12 തിരുവെടുത്ത് വാടിക്കുമ്പോൾ സാവധാനത്തിൽ മൃദുസ്വരം. ഇനി ഇയ്യോബ് പറയുന്ന ഒരു പദമുണ്ട്, മന്ദസ്വരം എന്ന. ഞങ്ങൾ നിന്നെ പറ്റി ഒരു മന്ദസ്വരം. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ആ താഴെയുണ്ട്, ഇടത്തുവശത്ത് താഴെ. 26:14 വിശ്വാസേ? എന്നാൽ ഇവ എന്റെ വഴികളുടെ അറ്റങ്ങൾ അത്രേ. എന്നെ ചങ്ങനാശ്ശേരി നെഞ്ചു പോകുന്നപ്പോ കണ്ണിന് പ്രയാസം വന്നു. എന്നാൽ ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങൾ അത്രേ. നാം അവനെ കുറിച്ച് മന്ദസ്വരമേ. ഒരു മന്ദസ്വരം. അപ്പോൾ ആ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ദൈവം നിന്നോട് ഇടപെടും. സാവധാനത്തിൽ മൃദുവായ ശബ്ദം, അങ്ങനെ ദൈവം ഇടപെടും. യോബിന്റെ പുസ്തകത്തിൽ പഠിക്കുക മന്ദസ്വരം. അപ്പോൾ ഈ പല നിലകളിൽ ദൈവം നമ്മോട് ഇടപെടും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോട് പറയട്ടെ, ശക്തമായിട്ട് ഇടപെട്ടാലും ശാന്തമായിട്ട് ഇടപെട്ടാലും സാവധാനത്തിൽ ഇടപെട്ടാലും അവൻ മൃദുവായിട്ട് ഇടപെട്ടാലും മന്ദസ്വരത്തിൽ ഇടപെട്ടാലും ഏറ്റെടുത്ത് അനുസരിക്കുന്നവർക്ക് ഇന്ന് രാത്രി അനുഗ്രഹമാ. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഓടിച്ചു പോകാം. ആമേൻ. ബഹുമാനപ്പെട്ട സമയമൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും ഒരു മര്യാദയുണ്ടല്ലോ. ഞാനതിന്റെ പരിവർത്തനം നടത്താം. കർത്താവിന് മഹത്വം. അപ്പോൾ യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടക്കും. നിങ്ങൾക്കറിയാം ഈ കാദേശിന് നടുക്കിയ ശബ്ദം എന്താണ്? ഈ കാദേശിന് നടുക്കിയത് ശ്രദ്ധിക്കുക. കാദേശ് എന്ന വാക്കിന്റെ ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. ദൈവം വിശുദ്ധം എന്നെണ്ണിയ സ്ഥലം, ദൈവത്തിന് വിശുദ്ധമായ സ്ഥലം, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, അതാണ് കാദേശ്. ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. അതിന്റെ പേര് ഏൽ മിഷ്പാത്ത്. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്. വായിച്ച് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്ത് വായിക്കാം. ഉൽപ്പത്തി 14:6. സമീപമുള്ള ഏൽപാരാമിനെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തിൽ വന്നെന്നാ. വായിച്ചോ ഒന്നുകൂടെ. അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തിൽ വന്നു. മതി. ഏമ്യരെയും സായിർ മലയിൽ ലഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാന്മാരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ശ്രദ്ധിക്കുക, ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ ഒരർത്ഥം ന്യായവതികളുടെ സ്ഥലമെന്ന. ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ന്യായവതികളുടെ സ്ഥലം. അതെന്താ അങ്ങനെ അർത്ഥം വരാൻ കാര്യം? വേദപുസ്തകം പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന നിങ്ങൾക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാബേൽ, അരിയോക്ക്, ഖെദർലായും ഓർത്തീദാൽ ആദിയായ ബാബിലോണിന് ചായ്വുള്ള 4 പേര്, ബേര, ബിർശ, ശിനാവ്, സോബർ ആദിയായ സോദോമ്യ ചായ്വുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ നമുക്ക് പഠിക്കുമ്പോഴറിയാം. ആമേ സോദോം രാജാവ് കുടിക്കകത്ത് പോയി. പലരും ചെതറിയോടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു. എന്നിട്ടോ സോദോമിനെ കൊള്ളകിട്ടു. പിന്നെ സോദോമിനെ അപകരിച്ചു. പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്ത്, അവന്റെ ഭാര്യ, പെൺകുട്ടികൾ, സർവ്വസമ്പത്തും തട്ടിക്കൊണ്ടുപോയി. അബ്രഹാമിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആരെന്നെ പറഞ്ഞേനം അവൻ അങ്ങനെ തന്നെ വരണം. അവൻ എന്നെ ചതിച്ചായി പോക്ക് പോയത്. ഇവൻ ഇതും വരും, ഇതിന്റെ അപ്പുറത്തതും വരും, അപ്പുറത്തത് വരുന്നത് ഞാൻ കാണുകയും ചെയ്യും. നമ്മൾ പിന്നെ പറയുന്നത് പൊതുവി പറയാനും ഒക്കത്തില്ല. എന്നാൽ അബ്രഹാം ആത്മീയനാണ്.
ലോത്തിനെ കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ തന്നോട് ഈ ചെയ്തൊക്കെ ചെയ്തവനാന്നേലും അബ്രഹാമിന്റെ ഹൃദയത്തിൽ മനോവേദനയുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നമ്മുടെ ഹൃദയം അങ്ങനെ ആയിരിക്കണം. നമ്മുടെ കൂട്ടുവിശ്വാസിക്ക് ഒരു ക്ഷീണം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ മാറി നിന്ന് അവൻ കൂട്ടം കൂടി ഒതുക്കുകയല്ല. അവന് കൈത്താങ്ങൽ കൊടുത്ത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ സമീപനം കൊണ്ടോ ഉപരി പ്രാർത്ഥന കൊണ്ട് അവൻ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ധൈര്യപ്പെടുത്തിക്ക് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അബ്രഹാം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസി, ഞാനിങ്ങനെ പറയുന്നത് വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടത് ഇങ്ങനെ അങ്ങ് പറയാം, വീണ്ടും ജനനം പ്രാപിച്ച 318. പിന്നെ അന്ന് മമ്രയുടെ തോപ്പില്ല. മമ്ര എന്ന് പറഞ്ഞാൽ ഒരു അമോര്യൻ. അവന് 2 സ്നേഹിതന്മാരുണ്ട്, ആനേറും യശ്കോലും. അങ്ങനെ മമ്രെ, ആനേർ, യശ്കോൽ 3 പേര് വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318. അപ്പൊ 318 321 അബ്രഹാമിനെ കൂട്ടി 322 പേര്. അന്ന് രാത്രി സോലോമിനെ കൊള്ളകിട്ട 4 വമ്പം രാജാക്കന്മാരെ അമ്പെ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു. അപ്പോൾ ഇവരെയെല്ലാം കൊന്ന് ഒടുക്കിയ സ്ഥലമാണ് ഏൽമിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത്. അപ്പോൾ ന്യായവതിയുടെ സ്ഥലത്ത് പിന്നത്തേതിൽ ദൈവം ശുദ്ധീകരിച്ചു, അതാണ് കാദേശ്. ഇന്ന് രാത്രി നമുക്കതിനകത്തുള്ള പാഠം, ഒരു കാലത്ത് ഞാൻ നിങ്ങളുമെല്ലാം ന്യായവതിക്ക് അർഹരായി പോയവരാ. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് എല്ലാവരാലും തള്ളപ്പെട്ട് ഒരു വ്യക്തിക്ക് പോലും കനിവ് തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് കിടന്ന എന്നെയും നിന്നെയും കാൽവറിയിലെ സ്നേഹം തേടിയെത്തി. ആമേ, പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് കരുണാസമ്പന്നനായ ദൈവം തന്റെ ഹോമനകുമാരനെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വിട്ട് ആ കർത്താവ് ഭൂമിയിൽ വന്ന് ജീവിച്ച് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവിച്ചു മരിച്ചു. തിരുവെടുത്തതുപോലെ അവൻ മരിച്ചു, അടക്കപ്പെട്ട് തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഉയർത്ത് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അവിടുത്തെ തങ്കനനം നമുക്ക് വേണ്ടി ചീന്തി, അവിടുത്തെ തിരുശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. അവിടുത്തെ പരമയാഗത്താൽ അതിക്രമങ്ങളുടെ പാപമോചനമെന്ന് വീണ്ടെടുപ്പ് നൽകി. ശാപഗ്രസ്തരും ദോഷികളും അക്രമികളും അനീതിയിൽ രസിച്ചവരുമായി എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ സംബോധന ചെയ്യുമ്പോൾ അവൻ സ്വന്തം വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളൂ. ഇപ്പോൾ അങ്ങനെ ആ സംബോധന. നേരത്തെ നമ്മൾ എങ്ങനെയാണ്? നേരത്തെ ഒരു ഗുണവും ഇല്ലായിരുന്നു. നേരത്തെ കാലം, ആ കാലത്തിന് വേദപുസ്തകത്തിൽ കൊടുക്കുന്ന അജ്ഞാനകാലം എന്നാണ്. അജ്ഞാനകാലം, പണ്ടത്തെ കാലം, പൂർവ്വകാലം, മുൻകാലം, പഴയ കാലം, അറിയായ്മയുടെ കാലം, ഇങ്ങനെയുള്ള പദങ്ങളാ. നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു? 2-3 വാക്യം ഒന്ന് വായിച്ചോ, എല്ലാം വായിക്കാൻ നേരമില്ല, എങ്കിലും വായിക്കും. നേരത്തെ ഞാൻ നിങ്ങൾ എങ്ങനെയായിരുന്നെന്ന്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2, എഫേസ്യർ 2-ന്റെ 11 മുതൽ താഴോട്ട് വായിക്കണം. അതുപോലെ എഫേസ്യർ 5-ന്റെ 8 എടുക്കണം. തീത്തോസ് 3-ന്റെ 3 വായിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ട് എല്ലാം എടുക്കണ്ട. ഇപ്പൊ ഇത്ര ആദ്യം എഫേസ്യർ 2-ന്റെ 2 വായിച്ചേ. നേരത്തെ എങ്ങനെയായിരുന്നു? അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നേരത്തെ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുൻകാലമേ, നേരത്തെ കാലം. അവയിൽ നിങ്ങൾ ഇപ്പോൾ ഈ ലോകത്തിന്റെ കാലഗതികളും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയായവനെ അനുസരിച്ച് നടന്നു. നേരത്തെ നടന്നു. ഇപ്പോഴല്ല, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ആ നടപ്പിൽ നിന്ന് ക്രിസ്തുവേശു മുഖാന്തരം ദൈവം നമ്മെ വീണ്ടെടുത്ത് വിശുദ്ധരാക്കി. നേരത്തെ എങ്ങനെയായിരുന്നു? അതിന്റെ 11 മുതൽ വായിച്ചേ. 2-ന്റെ 11. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തും കയ്യല്ല പരിച്ഛേദന ഏറ്റു, പരിച്ഛേദനക്കാരെന്ന് പേരുള്ള അഗ്രഹർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും അന്യരും പ്രത്യാശയില്ലാത്തവരും ഒരു പ്രത്യാശയില്ലായിരുന്നു. നേരത്തെ ദൈവമില്ലാത്തവരായി പ്രത്യാശയില്ലാത്തവരായി പണ്ട് ജീവിച്ചു. ഇപ്പൊ നമുക്കൊരു പ്രത്യാശ കൊണ്ട് പ്രതീക്ഷ കൊണ്ട് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമേറിയ പ്രത്യാശ യേശു വീണ്ടും വരും. നാം ഇവിടുന്ന് പോകും. നമ്മുടെ ഈ കഷ്ടതയും ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും നിന്ന അപമാനവും ആക്ഷേപവും അപമാനവും ഈ പീഡകളും പങ്കപ്പാടുകളെല്ലാം തീരുന്ന ഒരു സുദിനമുണ്ട്. സങ്കീർത്തനക്കാരൻ പാടുക, ഇത് വേഗം തീരും, ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോകും. അതാണ് നമ്മുടെ പ്രത്യാശ. കകളനാദം വാനിൽ മുഴങ്ങുമ്പോൾ, കകളനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേ ഞാനും, പറന്നിടുമേ
ചേർത്ത് പാട്. ഓ പറന്നിടുമേ ഞാൻ ശുദ്ധരോടൊത്തു ഗാനങ്ങൾ പാടി, ശുദ്ധരോടൊത്തു ഗാനങ്ങൾ പാടി കർത്തനെ സ്തുതിച്ചിടുമേ. ആ കർത്തനെ സ്തുതിച്ചിടുമേ, കർത്തനെ സ്തുതിച്ചിടും. അപ്പൊ ശ്രദ്ധിക്കുക മോനെ, ഒന്നാമത് എനിക്ക് തൊണ്ടയും മേല, അപ്പൊ ഇതിന്റെ ഓളി ഒരു ഇച്ചിരി അപ്പൊ ശ്രദ്ധിക്കുക. മുന്നേ നമ്മൾ അങ്ങനെ ദൈവമില്ലാത്തവരായിരുന്നു. സ്തോത്ര ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു നേരത്തെ. ഇപ്പോഴോ യേശു നമ്മുടെ ഉള്ളത്തിലുണ്ട്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം നീ ഒരു ദൈവ പൈതലായി തീർന്നതാ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഭാഗ്യമുണ്ട്. ഇതിൽ പരം വേറെ ഭാഗ്യമില്ല. അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്ന ആ 11 മുതൽ താഴോട്ട് ആ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരത്വയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തങ്ങൾക്ക് അന്യരും പിന്നെ പ്രത്യാശയില്ലാത്തവരും. ഒരു പ്രത്യാശയില്ലായിരുന്നു. ഇപ്പോഴും ചിലരുടെ നോട്ടം ഇരിപ്പം കണ്ട ഒരു പ്രത്യാശയില്ല. ഇതുപോലൊരു ചതിവ്. എടാ, ഒന്നാതെ എന്നെ നിങ്ങളെ കാണാനൊരു ഷെയ്പ്പില്ല. ഇല്ല, നമുക്കൊന്നും നല്ല ഷെയ്പ്പല്ല. ഷെയ്പ്പ് ഉണ്ടെന്നും പറഞ്ഞാൽ നമ്മൾ ഈ മസിൽ പിടിച്ചിരിക്കുന്നത്. ഷെയ്പ്പില്ല. പിന്നെ നമ്മളെല്ലാം കൂടെ കൂടുമ്പം ഏതാണ്ട് ഷെയ്പ്പ് ഉണ്ടെന്ന് നമുക്ക് ഷെയ്പ്പില്ലെന്ന് അറിയുന്നത് നമ്മളെക്കാൾ നല്ല ആൾക്കാരെ കാണുമ്പോഴാണ്. ആദ്യമായിട്ട് പേർഷ്യ ചെന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, പകല് യോഗമുണ്ടോ? ഇല്ല, നമുക്കൊരു സ്ഥലം വരെ ചില സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാം, വരാൻ പറഞ്ഞു. ഇറങ്ങി വണ്ടിയെ കയറി. അവന്റെ പെമ്പളയോട് പറഞ്ഞു തിരിച്ചു വരുമ്പം ഭക്ഷണമൊക്കെ കൂട്ടിക്കൊണ്ട് പോയി. ഒരു വലിയ കടയുടെ ഫ്രണ്ടിൽ നിർത്തി വെച്ച് അവന് പൈസ എങ്ങാണ്ട് എടുക്കൂ, അറിയത്തില്ല എന്തിനാണ്. പാസ് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ആദ്യമായിട്ട് ചെല്ലുക, നമ്മൾ നല്ല ഷേപ്പിൽ അവിടെ നിൽക്കുക. അവനെ പോയി ഇച്ചിരി കഴിഞ്ഞാ വന്നെ. ആദ്യമായിട്ട് ചെന്നതല്ലേ, ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. അയ്യോ, അറബികളെ, പലസ്തീനികളെ, ചില മിസ്രൈമിര് എന്തോ നെടുപ്പോ, എന്തോ കളറും, എന്തോ കഴിവാ. മിക്കതിനും 6 അടി പൊക്കമുണ്ട്. വെള്ളക്കുപ്പായം, അച്ഛന്മാര് പോകും പോലെ, ഇഷ്ടം പോലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം. എന്തോ സൗന്ദര്യവും, എന്തോ തലയെടുപ്പ്, എന്തോ മുഖ പ്രഭയൊക്കെയാ. അവരെ കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് ഒരു ഷെയ്പ്പുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി നിന്നേ. അതുങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് യാതൊരു ഷെയ്പ്പും. സത്യം പറഞ്ഞ അങ്ങ് സങ്കടവുമായി. അവൻ തിരിച്ചു വന്നപ്പം എന്നോട് ചോദിച്ചു, എന്നാ പറ്റി? ഒന്നുമില്ലെന്ന്. അപ്പോൾ നമുക്ക് അവിടെ പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞു, വേണ്ട വീട്ടിലങ്ങ് പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്നെ വയറ്റിൽ അസുഖം ഇല്ലയോ? ഞാൻ പറഞ്ഞു, വയറിനൊന്നും കുഴപ്പമില്ല, വീട്ടിൽ പോയേക്കാം. കൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോയേക്കാം, നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞിട്ട് ഈ പാസ്റ്റൊക്കെ ഈ വയറ്റിന് എന്തോ പ്രയാസം ഉണ്ടെന്നാ തോന്നുന്നു, പറയുന്നില്ല. നീ തേയിലവെള്ളം നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചേച്ച് നാരങ്ങ കൂടെ പിഴിഞ്ഞേക്കാൻ. നാരങ്ങ പിഴിഞ്ഞാ വല്ലോ മാറുന്നതാണോ ഇത്? ആണോ? എനിക്ക് പിന്നെ തേയിലവെള്ളം ഇഷ്ടമായിട്ട് ഞാൻ ഇച്ചിരി കുടിച്ചു. ഒന്നുകൂടെ നന്നാകട്ടെന്ന് ഓർത്തു. അല്ല, ഞാൻ പറഞ്ഞത് പിന്നീട് വേറെ പുസ്തകമൊക്കെ വായിച്ച് ഒന്നുകൂടെ ഓർമ്മ വന്ന് പാട്ടുമൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രയാസമൊക്കെ മാറി. കാരണം നമ്മുടെ ഷെയ്പ്പെല്ലാം മാറുന്നൊരു ദിവസമുണ്ട്. സ്തോത്രം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? വിഷമുള്ളവിടെ മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം.
പൗലോസ് ചോദിക്കുക, പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏതൊരു ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നത് മൂടാ. നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിന് ആദത്തിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വരെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. അടുത്ത വാക്യം, മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ ചേർത്ത് പറയാ. ജീവനുള്ളവർക്ക് രൂപാന്തരം വരുമ്പോൾ അങ്ങനെ തന്നെ അന്ന് നമ്മുടെ സകല ക്ഷയിപ്പുകേടും മാറും. വേട്ടമല പാടിയ പാട്ടല്ലോ, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമെന്ന്. ഓ രാജരാജ പ്രതിമയെ ധരിപ്പിച്ച് തന്നെ തൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവേ ഇരുത്തും വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. അപ്പൊ ശ്രദ്ധിക്കുക, എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല ക്ഷയിപ്പില്ല. ആ ഉള്ള ക്ഷയിപ്പിൽ സന്തോഷിച്ച് ആനന്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ ദൈവത്തിന്റെ ദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്നുമുണ്ട്, എങ്ങനെ വിശ്വാസി കേൾക്കണമെന്നുമുണ്ട്. രണ്ട് വാക്യം ഒന്ന് വായിച്ചേര്. നിങ്ങൾക്കെല്ലാം അറിവുള്ള വാക്യമാണ്. ദൈവദാസന്മാർ എങ്ങനെ സംസാരിക്കണം, അവരെങ്ങനെ സംസാരിക്കുമ്പോൾ ദൈവമക്കൾ എങ്ങനെ കേൾക്കണം. രണ്ട് വാക്യം. ആ തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 1:5 എങ്ങനെ സംസാരിക്കണം. ആ തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 1:5 ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു. ഞങ്ങളുടെ സുവിശേഷം കുറച്ച് വചനം മാത്രം പറയുകയല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. ഇങ്ങനെ ശുശ്രൂഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയിൽ ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട്, ബഹുനിശ്ചയം. അങ്ങനെ ശുശ്രൂഷിക്കേണ്ടത്. എല്ലാവർക്കും ഓർമ്മ ഒരുപോലല്ല. ഓർമ്മയില്ലാത്ത ആദരണീയ കർത്തദാസന്മാർ കുറിച്ചു വെക്കുന്നത് നല്ലതാ. ബടലത്തരം പറയുകയല്ലോ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്. ഓർമ്മയില്ലാത്തവര് കുറിച്ചു വെക്കണം. കുറിച്ചു വെക്കുന്നത് മഹാഭാവമൊന്നുമല്ല. കുറിച്ചു വെക്കുന്നവര് കുറച്ചുകൂടെ നല്ല ആൾക്കാരെ തെറ്റ് പറയാതിരിക്കും. ഓർമ്മയില്ലാത്തവര്. അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടാ. ഊഹാഭോഗം, കെട്ടുകഥ, അമ്മുമ്മ കഥ, ഉമ്മാക്കി കഥയൊന്നുമല്ല. ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ദൈവമക്കൾ എങ്ങനെ കേൾക്കണം. 6 വാക്യമായിര് 6. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അങ്ങനെ വേണം വചനം കൈക്കൊള്ളാൻ. ദൈവദാസന്മാർ, ഞാനാകട്ടെ, ഈ ശ്രേഷ്ഠരായ കർത്തദാസന്മാരാകട്ടെ, ഇനി നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളാകട്ടെ, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും വചനം പ്രസംഗിക്കുമ്പോൾ ആളുകൾ ചിരിക്കരുതെന്നായി പറഞ്ഞത്. ഞാൻ കൗൺസിലുണ്ട്, സെന്ററാണ്, ഞാൻ മേഖലയുടെ ആളാണ്, ഞാൻ വൈസ് പ്രസിഡന്റ് ആണ്, ഞാൻ അമേരിക്കയാ, ഞാൻ കാനഡയിൽ ഇന്നലെ രാത്രി ഇങ്ങോട്ട് ഇറങ്ങിയതാ. അതൊക്കെ നല്ലത്. ഞാനാണ് ഇപ്പോഴത്തെ മിടുക്കൻ. ഇല്ലില്ല, സന്തോഷത്തോടെ തിരുവചനം കൈക്കൊള്ളണം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. ചിലരെ ശുശ്രൂഷിക്കുമ്പോൾ സ്തോത്രം പറയോ, വാക്യം വായിച്ചു കൊടുക്കുകയല്ല. ആ മോന്ത കണ്ടാ നമുക്ക് സങ്കടവും വരും. എന്നാൽ ഇവര് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കണം. തയ്യക്കാരൻ നിൽക്കും പോലെ. തയ്യക്കാരൻ എപ്പോഴും ഇങ്ങനല്ലേ? എപ്പോഴല്ലേ പുതിയ കറണ്ടല്ലേ? കൊടുത്താലല്ലേ കിട്ടുമുള്ളു. ഒരു ചെറിയ കുഞ്ഞാന്തേലും ദൈവവചനമാ സംസാരിക്കുന്നത്. അത് സംസാരിക്കുമ്പോൾ സന്തോഷത്തോടെ കൈക്കൊള്ളണം. അങ്ങനെ തെസ്സലോനിക്കരോട് പറഞ്ഞിരിക്കുന്നത്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ നിങ്ങൾ വചനം കൈക്കൊണ്ടു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്കൊക്കെ വിവിധ കഷ്ടങ്ങളുണ്ട്. രോഗങ്ങൾ കാണും, കഷ്ടങ്ങൾ കാണും, സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും, മാനഹാനി കാണും, കുടുംബത്തിൽ പ്രശ്നം കാണും, കുഞ്ഞുങ്ങളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, സമൂഹത്തോട്, സഭയോട് ബന്ധപ്പെട്ടൊക്കെ പല വിധത്തിൽ കഷ്ടങ്ങൾ കൊണ്ട് അങ്ങനെയുള്ളവർ ഇന്ന് രാത്രിയുടെ വന്നിട്ടുമുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് ആ കഷ്ടതകളുടെ നടുവിൽ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. ഈ വചനത്തിന് ശക്തിയുള്ള വചനമാണ്.
അതിവേഗത്തിൽ ഓടുന്ന വചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം, ഉലകിലേക്ക് ശുദ്ധ ചെയ്ത തിരുവചനം, അതിവേഗത്തിൽ ഓടുന്ന തിരുവചനം, അണ്ണാക്കിന് മധുരമായ തിരുവചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം. ഇത് കാലിന് ദീപമാണ്, പാറയ്ക്ക് പ്രകാശമാണ്. ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് പറയുക, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. യിരെമ്യാ പ്രവചനത്തിലെ വാക്യം നമുക്ക് മനപാഠമാണ്. വചനം തീ പോലെയും പാറയത്തെടുക്കുന്ന ചുറ്റിക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് നന്മയ്ക്കും നിനക്കും വിരോധമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ കോട്ടകളെ വചനമാകുന്ന ചുറ്റിക ചെന്ന് ഏടിച്ചോടച്ച് നിനക്ക് വേണ്ടത് പുത്തൻ വഴി തുറക്കും. വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഇവിടെ ഇരുന്ന് സന്തോഷത്തോടെ വചനം കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ ക്രിയ ചെയ്യും. ചിലപ്പോൾ പൈനിയർ വർക്കായിരിക്കും, ചിലപ്പോൾ പുതിയ വേലയായിരിക്കാം, അന്ന് പോരാട്ടമുള്ള സ്ഥലമായിരിക്കാം. ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറകളുടെ മേൽ, അത് വിദേശത്തോ സ്വദേശത്തോ എവിടെയാകട്ടെ, ഓടിച്ചെല്ലുന്ന വചനം, ക്രിയ ചെയ്യുന്ന വചനം. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതിവേഗത്തിലോടുന്ന വചനം. ഈ രാത്രി നിന്റെ വചനം നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്യും. നീ ഉന്നം വെക്കുന്ന വിഷയത്തിൽ ഈ വചനം അതിവേഗത്തിൽ ഓടിച്ചെല്ലും. വചനത്തിന്റെ ശക്തിക്കായി സൗഖ്യമാക്കുന്ന വചനം, അണ്ണാക്കിന്റെ മധുരമായ വചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി മൺകൂടാരങ്ങൾ വെളിപ്പെടട്ടെ. ഓ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. അവിടുത്തെ തിരുവചനത്തിനായി സ്തോത്രം, വചനത്തിന്റെ ശക്തിക്കായി സ്തോത്രം. Praise the Lord. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി, പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി മെച്ചമായ ആഹാരത്ത് നീ നൽകിടേണമേ. മെച്ചമായ ആഹാരത്ത് നീ നൽകിടേണമേ. ഓ വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ, വേദവാക്യങ്ങൾ ഞങ്ങൾ ആദായമാവാൻ, വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുക, വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുക. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ വചനം അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. ആരാ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരണമല്ലോ, സമയത്തെയും ഭയപ്പെടുന്നു. അപ്പോൾ കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്, വാക്കിന്റെ അർത്ഥം ന്യായപതിയുടെ സ്ഥലം. അപ്പോൾ ന്യായവിധിക്ക്, ശിക്ഷാവിധിക്ക് അർഹരാകുന്ന എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. ആ ശിക്ഷാവിധിയെല്ലാം മാറ്റി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നെന്ന് വായിച്ചു വന്നത്, എഫെസ്യർ 2:2 വായിച്ചു, എഫെസ്യർ 2:11 വായിച്ചു, ഇനി 5:8 വായിച്ചു. 5:8 മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. മതി. മുമ്പേ എങ്ങനെ ആയിരുന്നെന്നാ? മുമ്പേ നിങ്ങൾ ഇരുള, കാശിന് വെളിച്ചവും ഇല്ലായിരുന്നു, വെളിവും ഇല്ലായിരുന്നു. അങ്ങനെ അതാ നല്ലത്. ഒരു വെളിവും, വെളിച്ചം ഉണ്ടല്ലേ വെളിവുണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ ഇരുളായിരുന്നു. ഇനി തീത്തോസ് 3:3 വായിച്ചേ. തീത്തോസ് 3:3. തീത്തോസ് 3:3. തീത്തോസിനെ കാണാൻ കിട്ടുന്നൊരു വാക്യമുണ്ട്. മുമ്പേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അനീതരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം. അയ്യോ, നേരത്തെ അതായിരുന്നു, കൊമ്പ് ഓർക്കുകയായിരുന്നു. മുമ്പേ നിങ്ങൾ ബുദ്ധി കെട്ടവരും, അങ്ങനല്ലേ പാസ്റ്ററെ? മുമ്പേ എന്നെ നോക്കാതെ അത് വായിക്കാൻ ബുദ്ധികെട്ടവരും, അതാ മുമ്പേ ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും, ഞങ്ങൾ നേരത്തെ ഒന്നിച്ച് പ്രവർത്തിച്ചവരും സഹകരിച്ചവരും. അതുകൊണ്ട് അല്പ സ്വാതന്ത്ര്യമുണ്ട്, അത് പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് വായിച്ചോ. മുമ്പേ നിങ്ങൾ ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും. നമ്മുടെ ചങ്ങനാശ്ശേരി സെൻട്രൽ പാസ് CV ജോണപ്പച്ചന്റെ ഭാര്യ പൊടിയമ്മച്ചിയുടെ അനിയത്തിയുടെ മകനാണ് ജെയിംസ് പാസ്റ്റർ. അല്ലയോ? അല്ലേ? നിങ്ങൾ തമ്മിൽ എന്നെ ഉടക്കാന്നോ?
പ്രശ്നമാണോ? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയും. ചങ്ങനാശ്ശേരി സെൻട്രൽ പാസ്റ്റർ ബഹുമാനപ്പെട്ട CB ജോൺ പാസ്റ്ററുടെ ഭാര്യ ബൊടിയമ്മച്ചി മംഗലത്തി കുട്ടിയച്ഛൻ്റെ മകളാ. അങ്ങനെ കുറച്ചുകൂടെ ഒന്നുകൂടെ കേട്ടല്ലേ, അനുജത്തിയുടെ മകന. അപ്പൊ ഞങ്ങൾ വളരെ അടുപ്പവുമാ. ഇനിയും വായിച്ചോ 3:3. മുമ്പേ നാം ബുദ്ധികെട്ടവരും മുമ്പേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴി തെറ്റി നടന്നവരും വഴി അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ നമുക്ക് വഴി അറിയാം. ഏത്? സാക്ഷാൽ വഴിയാകുന്ന യേശു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. സാക്ഷാൽ വഴി യേശു ക്രിസ്തുവാ. നീ വേറെ വഴിക്കൊന്നും പോകണ്ട. കിഴക്കോട്ടും പോകണ്ട, പടിഞ്ഞാട്ടും പോകണ്ട, തെക്കോട്ടും വടക്കോട്ടും മലയും കയറണ്ട. സാക്ഷാൽ വഴി യേശു ക്രിസ്തു. ഒരു കാലത്ത് നമുക്ക് വഴി തെറ്റി നടന്നവരാ, ഒരു ലക്ഷ്യമില്ല. എന്നാൽ ആ സാക്ഷാൽ വഴിയാകുന്ന യേശുവിന്റെ അടുക്കൽ ഇപ്പോൾ വന്നു. മുമ്പേ നിങ്ങൾ ബുദ്ധികെട്ടവരും വഴി തെറ്റി നടന്നവരും മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. നേരത്തെ അങ്ങനെ ആയിരുന്നു. അന്യോന്യം പകയ്ക്കുക, ഒന്നിനൊന്നിനെ കണ്ടുകൂടാ. ഗലാത്യ ലേഖനമൊക്കെ പഠിക്കുമ്പോ കടിച്ചു തിന്നാൻ ചെല്ലുക, അങ്ങനല്ലേ? മനുഷ്യനെ തിന്നുന്ന അങ്ങനല്ലേ? അങ്ങനല്ലേ ബിജോയ് പാസ്റ്ററെ? മനുഷ്യനെ അന്യോന്യം കടിക്കുകയും, അയ്യോ ഇപ്പോഴും അന്യോന്യം കടിക്കുന്നവരുണ്ട്. അവസരം കിട്ടിയ ഏതോ ഒരു സ്ഥലത്ത് ഒരു സഹോദരി പാസ്റ്ററെ കടിച്ചു. ഏതോ ഒരു സ്ഥലമല്ല, സ്ഥലമൊക്കെ എനിക്കറിയാം. അതെ, ഇവിടെ കടിച്ചത്. കൊരവള്ളിക്കെങ്ങാണ്ടായിരിക്കും ഉന്നം വെച്ചത്. ഇവിടെ കടിച്ചത്. അപ്പൊ അത് കഴിഞ്ഞപ്പം വേറൊരാൾ എഴുതി. പാസ്റ്റർ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, പാസ്റ്ററെ ചായ എടുക്കട്ടെ? അപ്പം പറഞ്ഞു ചായ എടുത്തു, കടി ഉണ്ടെന്ന് പറഞ്ഞു. ചായ അമ്മാമ്മ എടുത്തു. അയ്യോ കടിച്ചു തിന്നുക. അതുകൊണ്ട് വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പം തന്നെ പമ്മി ചെല്ലരുത്. ഒന്നെങ്കിൽ കൂട്ടുവേലക്കാരോ ഭാര്യയോ അല്ലെ സഭയുടെ സെക്രട്ടറിയോ ആരെങ്കിലുമായിട്ട് പമ്മി ചെന്നാൽ എല്ലാവരുടെയും കാര്യമല്ല. അന്യോന്യം കടിക്കുക, തിന്നുകളയാനാ, അതല്ല കൂട്ടായ്മ. ഒരു കാലത്ത് നാം അങ്ങനെ ആയിരുന്നു. ദേക്ഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമൊക്കെ ആയിരുന്നു ഒരു കാലത്ത്. എന്നാൽ ആ ദുഷ്ട കാലത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. ഇനി പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ വായിച്ചു. അറിവുള്ള വാക്യമാണ്. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചും ജഡത്തിൽ ചേടിച്ചിരിക്കും കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന്റെ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്ന കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെടിക്കൂത്തിലും മദ്യപാനത്തിലും നർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചും കൊണ്ട് കാലം പോക്കിയത് മതി, വായിച്ചതും മതി. അപ്പൊ നേരത്തെ ഇങ്ങനെ ആയിരുന്നു. ജാതികളുടെ ഇഷ്ടം അനുസരിച്ച് കാലം പോക്കിയത് മതി. ഇത് നേരത്തെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഈ കാലത്തിൽ നിന്ന്, ആ അനുഭവത്തിൽ നിന്ന് ഒരുവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ ജീവനെ തന്നു. ഒരുവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ രക്തം ചിന്തി. ഒരുവൻ പരിശുദ്ധ നിണം ചീന്തി. ആ പരിശുദ്ധ നിണത്താൽ അതിക്രമങ്ങളുടെ പാപമോചനമെന്ന് വീണ്ടെടുപ്പ് നൽകി. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്ത്, നിനക്ക് ഈ രക്ഷ കരസ്ഥമാക്കാം. എങ്ങനെ? വിശ്വാസത്താൽ. 5 പൈസ മുടക്കണ്ട. ഇന്ന് രാത്രി നീ പറ, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. സകല പാപങ്ങളെയും പരിഹരിക്കുന്ന, സകല പാപങ്ങളെയും പോക്കുന്ന അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഇന്ന് രാത്രി എന്നെ കഴുകണം. യേശുവിന്റെ രക്തം നിർമ്മല രക്തമാ. യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാ. യേശുവിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തം. യേശുവിന്റെ രക്തം വിലയേറിയ രക്തം. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത് ഇത് നമുക്ക് ജയം തരുന്ന രക്തമാണ്.
ജീവിതത്തിൽ പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന നീ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നോർത്ത് വ്യാകുലപ്പെടേണ്ട. യേശുവിന് സമർപ്പിക്ക്, യേശുവിൽ കടന്നു വാ, യേശുവിന് ഹൃദയം കൊടുക്ക്. ഇന്ന് രാത്രി നിന്റെ പരാജയത്തെ വിജയമാക്കി തീർക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി ഈ രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി വിടുതലേറ്റെടുക്കുക. അപ്പൊ നേരത്തെ ഇങ്ങനെ ആയിരുന്നു. ഇനി ഒത്തിരി വാക്യങ്ങളുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ചാൽ ഭാഗം അങ്ങ് വിടാം ജെയിംസ് മാസ്റ്ററെ. ആദ്യം പറഞ്ഞ വാക്യം ഗലാത്യ ലേഖനം 4:8 മുതൽ. നേരത്തെ എങ്ങനെയായിരുന്നു? ഗലാത്യർ 4:8 മുതൽ. ഞാൻ കൂടെ വെള്ളം ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ട് തോന്നരുത്. തൊണ്ട അങ്ങ് അടയുന്നു, ഭയങ്കര പ്രയാസമുണ്ട്, അതുകൊണ്ടാണ്, ക്ഷമിക്കണേ. എടുത്ത് തരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും. എന്നാൽ അന്ന് നിങ്ങൾ മോനെ ഇത് ഇച്ചിരി ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. വെക്കാമോ? ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലേ? ഓടി വന്നാട്ടെ. വായിച്ചോ, അവിടെ വായിച്ചു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷ ദൈവം നിങ്ങളെ അറിഞ്ഞു വരിക നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് തന്നെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയെന്ന് ഭയപ്പെടുന്ന. ഒന്നുകൂടെ വായിച്ചു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താ ദൈവങ്ങളല്ലാത്ത അടിമപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പഴയ പാട്ടുണ്ടല്ലോ, ചേർന്ന് പാട്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ ഞാനേ അറിയാവുന്ന പാട്ട് പാടുമ്പോൾ നിങ്ങൾ പാടണം. എനിക്ക് തോന്നുന്നു ഈ പാട്ട് അറിയാമേലേ. പിന്നെ ഇതല്ലേ കുന്തമെല്ലാം വെച്ചോണ്ടിരിക്കുന്നിടത്ത് പാടിക്കേ. ഞാൻ മാത്രം ശ്വാസം മുട്ടി, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നുണ്ടോ? പാടിക്കേ. അന്നേ മരിച്ചു പോയെങ്കിൽ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. ഓ അന്നേ മരിച്ചു പോയെങ്കിൽ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപദാനമെന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപദാനമെന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. അപ്പൊ ശ്രദ്ധിക്കുക, അന്ന് അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ പാടിയതിന് നന്ദി. ഇനി ഞാൻ അറിയാവുന്ന പാട്ടൊക്കെ പാടുകയാണ്, സഹായിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, അന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്നാൽ അന്ന് അങ്ങനല്ലേ കൊടുത്തേക്ക്. എന്നാൽ അന്ന് അജ്ഞാനകാലം, പണ്ടത്തെ കാലം, പൂർവ്വകാലം, മുൻകാലം, പഴയകാലം, അറിയായ്മയുടെ കാലം, രക്ഷിക്കപ്പെടാത്ത കാലം, യേശുവിനെ അറിയാതിരുന്ന കാലം. അതാ അന്ന് നിങ്ങൾ. നമ്മുടെ കാര്യമാ നമ്മൾ ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ. എനിക്ക് നിങ്ങൾക്ക് നേരത്തെ ദൈവത്തെ അറിയത്തില്ല. നമ്മൾ ദൈവത്തെ വിളിക്കും, പക്ഷെ സത്യദൈവം ഏതാണ്? എല്ലാവരും ദൈവത്തെയാ വിളിക്കുന്നത്, അല്ലേ? അമ്പലത്തിൽ പോകുന്ന മാന്യ സഹോദരങ്ങൾ അമ്പലത്തിൽ ചെന്ന് ദൈവമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. അതെ. പള്ളിയിൽ പോകുന്ന സമുദായസ്ഥരായ പ്രിയപ്പെട്ടവർ അവിടെ ചെന്ന് ദൈവമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. മുസ്ലിം സ്നേഹിതന്മാരുണ്ട്, അവരും അള്ള ദൈവത്തെയാ വിളിക്കുന്നത്. എല്ലാവരും ദൈവത്തെയാ വിളിക്കുന്നത്. നമ്മളും അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. ദൈവമേന്നാ, ഈശ്വര എന്നൊക്കെ പറയും ചിലര്. അപ്പൊ നമ്മളും എല്ലാം അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സത്യദൈവം ഏതാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. സ്തോത്രം. ഹൈന്ദവരായ സ്നേഹിതന്മാര് മലയ്ക്ക് പോകുന്നവരുണ്ട്. അവരും ഞാനും നേരത്തെ നാമം ചൊല്ലിയിട്ടുണ്ട്. അതിലൊരു വരി ഇങ്ങനെ: അയ്യനെ നിന്നെ ചെന്നു വസിച്ചുടൻ പയ്യെ നേരം പോൽ. അതിന് വായിക്കണ്ട, അയ്യോ വേണ്ട. അവിടെ അത് നാമം ചൊല്ലുന്ന വരിക. അപ്പൊ അത് ഇങ്ങനെ: അയ്യനെ നിന്നെ ചെന്നു വസിച്ചുടൻ പയ്യെ നേരം പുലരും ദശാന്തരെ ചൊവ്വിനോടെ തിരിച്ചു വടക്കോട്ട്
ദൈവമായുള്ളോരയ്യപ്പാകിമ. പണ്ട് ഞാൻ നാമം ജപിച്ചതാ, ഓർമ്മ വന്നതാ. ഹൈന്ദവ സ്നേഹിതന്മാരും ദൈവത്തെയാ വിളിക്കുന്നത്, മുസ്ലിം സ്നേഹിതന്മാരും ദൈവത്തെയാ വിളിക്കുന്നത്. ഒരു കാലത്ത് ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളുമെല്ലാം പള്ളിയിൽ പോയി എൻ്റെ വ്യായെന്നാണോ പറഞ്ഞേ, ദൈവമെന്നാ വിളിച്ചത്. എന്നാൽ ശരിയായ ബോധം, ശരിയായ വകതിരിവ്, ശരിയായ വെളിപ്പാട്, കൃത്യമായ കാര്യം ബോധ്യപ്പെട്ടത് ഇതിനകത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി, സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തു, യേശുക്രിസ്തു മഹാദൈവമാണ്. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന വിഡ്ഢികളുണ്ട്. യേശു ദൈവമല്ലെന്ന് പറയുന്ന വിഡ്ഢികളുണ്ട്. വിഡ്ഢിക്ക് രണ്ട് വാക്യം ഇപ്പൊ തരാം, വേറെ ഉണ്ട്. ഇപ്പം അരിബന്ധമെന്ന് ബാബുച്ചാന്റെ ഭാര്യയല്ലേ, അച്ഛൻ എന്ത് ചെയ്യാൻ വരുന്നെന്നാ എന്നോട് പറഞ്ഞ, ട്രെയിനായി വരുന്നെന്ന്. അമ്മാമ്മ എങ്ങനെ വന്നു? ആട്ടെ, എന്നാ പിന്നെ അമ്മാമ്മയോട് തന്നെ ചോദിക്കാം. സാധാരണ വീട്ടിലെ അരി എനിക്കും ചോറൊത്തിരി തന്നിട്ടുണ്ട്. എന്തും വേണ്ട അരിയാ വെക്കുന്നത്. ഇപ്പം വെപ്പം കുടിയൊന്നും ഇല്ലയോ? അമ്മാമ്മയെ നാടി അരിയാണോ വെക്കുന്നത്, ഇരുനാടി അരിയാണോ? നാടി അരി വെക്കുവോ? കേൾക്കാൻ മേല. ആളിന്റെ അനുസരിച്ച് ആയിക്കോട്ടെ, എന്നാ നാഴിയോ ഇരുനാഴിയോ ഇടങ്ങഴിയോ ആയിക്കോട്ടെ. ആ അരി വേകാറാകുമ്പം ഇട്ട അരിയിലെല്ലാം പിടിച്ച് ഞെക്കണോ? വേണ്ട, ഒരെണ്ണം ഞെക്കിയാ പോരെ. മതി. ബാബുച്ചാന്റെ പെങ്ങളാന്ന് എനിക്കറിയാം, പിന്നെ നമ്മുടെ ആളല്ലേ, എനിക്കിഷ്ടം പോലെ ചോറ് തന്നിട്ടുള്ളതാണ്. ഇല്ല, ഇത് പെങ്ങളല്ലേ? ആ പെങ്ങളോടാ ഞാൻ ചോദിച്ചേ. ഭാര്യ എപ്പോഴും ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ കൊച്ചു മാമൂട്ടില്ലേ, പിന്നെ തലവടി മാവ് പാസ് അളിയനല്ലേ. അമ്മാമ്മയോടാന്ന് ഞാൻ ചോദിച്ചത്. ആള് തെറ്റി ചോദിച്ചു വന്നല്ല, ആളറിഞ്ഞോണ്ട് ചോദിച്ചതാ. ഒരമ്മയെ പോലെ കരുതുക, എനിക്ക് ഇഷ്ടം പോലെ ചോറൊക്കെ തന്നിട്ടുള്ളതാ. പിന്നെ അപ്പൊ ഇട്ട അരിയെല്ലാം ഞെക്കണ്ട, ഒരെണ്ണം ഞെക്കിയാ മതി. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന വിഡ്ഢികളോട് തെളിവിനിപ്പം രണ്ടെണ്ണം ഞെക്കാൻ തരാം. വേറെ ഒത്തിരി കൊണ്ട് ഞെക്കാൻ നേരമില്ലാത്ത കൊണ്ടാ. രണ്ട് വാക്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാക്യമാ. എന്തിനാ? യെശയ്യാ പ്രവചനം 9:6. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു വെച്ച് ജനിക്കുന്നതിന് യെശയ്യാ 9:6. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ജനിക്കുന്നതിന് 100 കൊല്ലം മുമ്പ് പ്രവചന കുന്നിൽ കയറി പ്രവാചകനാകുന്ന യെശയ്യാവ് ദീർഘദർശി ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവചന സൂക്തമാ. വായിച്ചോ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഈ വാക്യം നിങ്ങൾക്കെല്ലാം മനപാഠമാണെന്നറിയാൻ, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, മതി മതി, വീരനാം ദൈവം. യേശു ക്രിസ്തു ദൈവമാണ്. അവിടുന്ന് നിത്യനായ ദൈവമാണ്, വീരനാം ദൈവമാണ്, സത്യദൈവമാണ്, ഏകദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. തീത്തോസ് 2:11 മുതൽ ഒന്നുകൂടെ വായിച്ചോ. അവിടെ മഹാദൈവം എന്നാ കൊടുത്തിരിക്കുന്നത്. വായിച്ചേ. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. യേശു നായകനെ നമോ നമോ, മമ്മ പാപ വിനാശകനെ നമോ നമോ. ശ്രീയേശു നായകനെ നമോ നമോ, മമ്മ പാപ വിനാശകനെ നമോ. ശ്രീയേശു നായകനെ നമോ നമോ, മമ്മ പാപ വിനാശകനെ നമോ നമോ. ശ്രീയേശു നായകനെ നമോ നമോ, മമ്മ പാപ വിനാശകനെ നമോ നമോ. പാരിടം തന്നിൽ വന്നു നരകന രക്ഷ ചെയ്ത, പാരി തന്നിൽ വന്നു നരകന രക്ഷ ചെയ്ത മേരി സുതനെ നിത്യ നമോ നമോ നമോ. ശ്രീയേശു നായകനെ മമ ബാബ വിനാശകനെ നമോ നമോ. ശ്രീയേശു നായകനെ നമോ നമോ, മമ ബാബ വിനാശകനെ നമോ.
മഹാദൈവമാണ്. ഇവിടെ വായിക്കുകയാണ്, അവിടുന്ന് സത്യദൈവമാണ്, നിത്യദൈവമാണ്, ഏകദൈവമാണ്, മഹാദൈവമാണ്. ആ മഹാദൈവമാകുന്ന യേശുവിനെ അറിയുവാൻ, ആരാധിക്കുവാൻ ഈ ആയുസ് നമുക്ക് ഭാഗ്യമുണ്ടായി. എന്നാൽ അന്ന് ഏതാ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ കാര്യമാ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, സത്യദൈവത്തെ അറിയാതെ, അടുത്തത് സ്വഭാവങ്ങളാൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമക്കല്ലാത്തൊരു നാളിന്റെ എട്ട. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമകളായി ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാടുകളേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? എന്തിനാ നിങ്ങൾ അതിനെ ഇച്ഛിക്കുന്നത്? നിങ്ങൾ ദൈവത്തെ അറിയാതെ ജീവിക്കായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇപ്പൊ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു. ആ ഭാഗ്യം കണ്ടോ? ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. ഒരു കാലത്ത് സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, ഭൂമിയിലുണ്ട്. കണ്ട ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അങ്ങ് ദൈവം കളിക്കുക. ഈ ആണുങ്ങളെക്കാളും ദൈവം കളിച്ച കാശ് പെണ്ണുങ്ങൾക്കാണ്. ആണുങ്ങൾ ദൈവം കളിച്ചിട്ട് അത്ര ഒക്കുന്നില്ല, പെണ്ണുങ്ങളാ. പിന്നെ ഒരു തള്ളയാന്ന് അങ്ങ് ഇഷ്ടം പോലെ കാശാണ്. ആട്ടെ, വിവരിക്കുന്നില്ല. സ്വഭാവത്താൽ ഇവരാരും ദൈവങ്ങളല്ല. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെ. സ്വഭാവത്താൽ ഇവരാരും ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യമുണ്ട്. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. അവിടുത്തെ സ്വഭാവം ത്യജിച്ചു കളയാനും ഒന്നും പറ്റത്തില്ല. അവിടുന്ന് സ്വഭാവ വൈശിഷ്ട്യമാണ്. എന്തുവാ ദൈവത്തിന്റെ സ്വഭാവ ശ്രേഷ്ഠത? ഒന്ന്, അവിടുന്ന് നിത്യനാണ്. 2, സർവശക്തനാ. 3, സർവജ്ഞാനിയാ. 4, സർവവ്യാപിയാ. 5, സർവത്തെയും നിർമ്മിച്ചവനാ. 6, സർവത്തെയും അവൻ സൃഷ്ടിച്ചവനാ. പ്രൈസ് ദി ലോർഡ്. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഞാൻ എപ്പോഴും ചൊല്ലും. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാതവൻ മോസസ്, സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലെന്നോരപ്രിയമാം, എബ്രായ പേരാ, ഏലെന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചതല്ലോ. ഇലോഗി തിയോളജിയന്മാർക്ക് ഞാൻ പാടുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാകും. ഇലോഗി അഡോണായി വിലോപമന്യേ യാഗ്വേ യഹോവ യാഗെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടസ്ഥൻ നിരാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ. അല്ലെങ്കിൽ അതീശനെ മനുഷ്യരെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഇപ്പോഴും തപ്പി കിടക്കുക എങ്ങനെ ഉണ്ടാക്കിയെന്ന്. എടാ, പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി ദൈവം സൃഷ്ടിച്ചതാണ്. നീ അതിലെ കുന്തം വെച്ചുകൊണ്ട് തപ്പി കിടക്കുക ആരുണ്ടാക്കിയെന്ന്. ഉണ്ടാക്കിയത് ആരാന്ന് വെളിപ്പാട് 4:11 വായര്. എല്ലാ വാക്യവും എടുക്കാൻ നേരമില്ല, അറിവുള്ള വാക്യമാ. വെളിപ്പാട് 4:11. കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും, കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായി, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും. അപ്പൊ ഈ കാണുന്ന സകല ചരാചരങ്ങളെ, അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെയും ഈ നക്ഷത്രങ്ങളെയെല്ലാം നിർമ്മിച്ചവൻ നമ്മുടെ ദൈവമാണ്. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരം പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്ര ആകമാനം സൂക്ഷ്മമായ 60 കോടി അന്ന് എണ്ണിയപ്പം. ഇപ്പോൾ ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ഈ ആകവേ 28,000 പരിണാകം. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. ഇതെല്ലാം സൃഷ്ടിച്ചവൻ നമ്മുടെ ദൈവമാണ്. അപ്പൊ കുറഞ്ഞ പക്ഷം ഒരാൾ ദൈവം കളിച്ചാൽ ഈ യോഗ്യത വേണം. ഇല്ലാത്തവര് ദൈവം കളിക്കാൻ പോകരുത്. ഇന്നാള് ചോദിച്ചു, ദൈവം എന്ത് ചെയ്യാ? ദൈവത്തിനെ കോവിഡായെന്ന് പറഞ്ഞു. വേറൊരു സമയം ദൈവം മാസ്കും ഒക്കെ വെച്ച് ദൈവം അതാണ് ദൈവം. പണ്ടൊരാൾ പറഞ്ഞു ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം വെന്റിലേറ്ററിലായെന്ന് പറഞ്ഞു. ദൈവത്തിന് ശ്വാസം കിട്ടുന്നില്ല. സ്തോത്രം. ഇതാന്താ ദൈവം? ശ്വാസം കിട്ടാത്ത ദൈവം, 5ാം പനി വന്ന ദൈവം,
വലിവിന്റെ അസുഖം. ദൈവം വലിച്ചു നിൽക്കുക, ജനലെ പിടി. ഇതാണോ ദൈവം? അടയാൻ സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ലെന്ന്. ഇപ്പം ദൈവം പോണേ കൂടെ പരിഭാഷയ്ക്ക് ആളുമുണ്ട്. അതിനാ മതാമ ദുരിതരാന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ നിൽക്കുകയല്ലാതെ വേണേ ദൈവം അതാണോ ദൈവം? പരിഭാഷയ്ക്ക് ആളിലെ ദൈവം ഇംഗ്ലീഷ് കേട്ട് മുട്ടയിടുക. എടാ ദൈവം സർവജ്ഞാനിയാ, സർവശക്തനാ, സർവജ്ഞനായ ദൈവമാ. ആ ദൈവമാ നമ്മൾ ആരാധിക്കുന്ന സർവജ്ഞനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു വരികെ. അങ്ങനല്ലേ? ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ഇപ്പം ദൈവം നിങ്ങളെ അറിയുന്നെന്ന്. നിങ്ങൾ പിന്നെയും നിന്റെ ഭാര്യ നിന്നെ അറിയത്തില്ലെങ്കിലും ആമൻ തങ്കച്ച നിന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. കുഞ്ഞുഞ്ഞമ്മേ നിന്റെ മാപ്പിള നിന്നെ അറിയത്തില്ല, പക്ഷെ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മക്കളാരും നിന്നെ അറിയത്തില്ലെങ്കിലും നിരാശപ്പെടേണ്ട, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സഭക്കാരും വേണ്ടതുപോലെ നിന്നെ അറിയുന്നില്ല, ഗൗനിക്കുന്നില്ല. നീ സഭ വിട്ടു പോകണ്ട, സഭയ്ക്കകത്ത് തന്നെ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു ഇരിക്കെ. നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞ്. പിന്നെ ഇപ്പൊ നിങ്ങൾ പണ്ടത്തെ പോലല്ല, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത്. അത് താഴെ പറയാ. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ ഇത് നിങ്ങൾ പ്രമാണിക്കുന്നു. തെറ്റാ. പെന്തിക്കോസുകാരോട് പറയാം, നീ ബർത്ത്ഡേ ആഘോഷിക്കരുത്. ഇനിയും പറയുന്നത് പെന്തിക്കോസുകാരോടാ. ഇത് മാത്രം കട്ട് ചെയ്ത് നീ എന്റെ പള്ള അടിക്കാൻ നോക്കുകയും ചെയ്യരുത്. അല്ല, ഇനി എന്നെ അടിക്കാനും ഓടാനും. പെന്തിക്കോസുകാരോട് പറയാം, നീ ബർത്ത്ഡേ ആഘോഷിക്കരുത്. നിന്റെ കുഞ്ഞിന് 1 വയസ്സ്, 2 വയസ്സ്, 5 വയസ്സ് ദൈവം തന്നു. ഒക്കുന്നെങ്കിൽ, നിർബന്ധമാണെങ്കിൽ സഭയായിട്ടൊരു പ്രാർത്ഥന നടത്ത്. ദൈവമക്കളും ദൈവദാസന്മാരും നിന്റെ വീട്ടിൽ വന്ന് സാഹചര്യവും സമയവും കിട്ടുകയാണെങ്കിൽ ഒരു കൂട്ടായ്മ നടത്തി പ്രാർത്ഥിച്ച്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അഭിഷിക്തന്മാര് നിന്റെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. അതൊരു അനുഗ്രഹമാണ്. എല്ലാവരും അല്ലെങ്കിൽ ഇപ്പൊ ചില ബന്ധുക്കോസുകാർ ഇതെല്ലാം അങ്ങ് ആഘോഷമല്ലേ, ബലൂണൊക്കെ വീർപ്പിച്ച് തോരണമൊക്കെ കെട്ടി പുതിയ ഉടുപ്പൊക്കെ തയ്പ്പിച്ച്, അത് ഉടുപ്പ് തെറ്റാന്നല്ല, തയ്പ്പിച്ച് അത്യാവശ്യം മേളാങ്കിക്കുന്ന കുറെ പേരെ വിളിച്ച് സേമിയ പായസവും ഒരു കപ്പ് വാസുക്കും വാസു ഇരുന്ന് കുടിക്കുക. അമ്മമ്മ ഒരു ഗ്ലാസ് കൂടെ തരാൻ. ഷുഗറാ എന്നാലും വേണ്ടിയില്ല. ആഘോഷമല്ല, നീ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അനേകർ തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ, അനേക തലമുറകൾ ആമേ കടന്നു പോയപ്പോൾ ദൈവം നിനക്ക് തലമുറകൾ തന്ന് 1 വയസ്സൂടെ നിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കേ. അല്ല, ആഘോഷിക്കരുത്. ബർത്ത്ഡേ ആഘോഷിച്ച 2 തല പോയെന്ന്. കരോലാവിന്റെ ബർത്ത്ഡേ നടന്ന യോഗനാഥനാപകന്റെ തല വെട്ടി പെങ്കൊച്ച് താലത്തിൽ കൊണ്ടുവന്ന് കൊടുത്തത് മനസ്സിലായോ? ഫറവോന്റെ ജന്മദിനം അങ്ങനെ അന്ന് അപ്പക്കാര പ്രമാണിയുടെ തല പോയത്. പിന്നെ ദാനിയേൽ 5 ഒക്കെ ചേർത്ത് ശരിക്കും പഠിച്ച് അതും ബർത്ത്ഡേയും കൂടെ ചേർത്ത ഒരു ആഘോഷമായിരുന്നു. 1000 മഹത്തുക്കൾക്ക്. അന്ന് രാത്രി അവനും തീർന്നു. നമുക്ക് ആഘോഷിക്കാൻ പ്രമാണമില്ല. ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു. അത് തെറ്റാണ്. വന്നിപ്പം വെഡിങ് ആനിവേഴ്സറി 2 പേരുടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. വെഡിങ്ങിന്റെ അന്ന് ആനിവേഴ്സറി ആയിക്കോട്ടെ, 25ാം വിവാഹ വാർഷികം, 2 പേരുടെ ഓരോ ഫോട്ടോയും. പെന്തിക്കോസുകാരാ എടാ, 2 കൂടെ ദൈവസന്നിധി ഇരുന്ന് ഒക്കുന്നെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ സഭയായിട്ടൊരു പ്രാർത്ഥന അങ്ങ് നടത്തേ. സീനിയറായ കർത്തദാസന്മാർ നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. നിനക്കൊരു അനുഗ്രഹമാണ്. ഇതല്ലല്ലോ ചിലടത്ത്, എല്ലാവരുടെയും കാര്യമല്ല. അവളെ വെച്ചോണ്ട് ബുള്ളറ്റിൽ ഇങ്ങനെ കറങ്ങി നമുക്ക് നാടുകാണി വരെ പോകാം. അവിടെ നമുക്ക് ഗൂഡല്ലൂര് പോയി പിന്നെ അവളെ വീശി ഒരു വരവ് ഒന്ന് പറ. എടാ, ആന ഇറങ്ങും അവിടെ, എന്നെ ചമ്മന്തി പരുവാക്കും. നീ ആനയുടെ മുന്നിൽ ചെന്ന് പെടാതെ ദൈവത്തിനെ ഇന്ന് പ്രാർത്ഥിക്കും. അല്ല, എന്നാ പറയാനാ നിന്നോട്. സ്തോത്രം. 2 പേരോട് ദൈവത്തെ മഹത്വപ്പെടുത്തേ.
അനേക കുടുംബങ്ങൾ ശിഥിലമായപ്പോൾ, അനേകര് വിധവകളായപ്പോൾ, അനേകരുടെ ജീവിതം തകർന്നപ്പോൾ, രണ്ടുപേർക്കും ഇത്രത്തോളം വർഷം ഒന്നിച്ച് ജീവിക്കുവാൻ ഈ ദുഷ്ടലോകത്തിൽ ദൈവം തമ്പുരാൻ തന്ന സാവകാശങ്ങളും സന്ദർഭങ്ങളും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അല്ല, ആഘോഷമല്ല. അല്ല, വന്നിപ്പം പാസ്റ്റർമാരുടെ ഇടയിൽ കൊണ്ട് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം. സപ്തതി ഷഷ്ടി 60 70, അമ്മച്ചിക്ക് 60, അപ്പച്ചന് 70, രണ്ടിനെയും കൂടെ 2 കഥാര ഇരുത്തി അണ്ടാ മേപ്പറായിൽ എന്നെ വിളിച്ച് തള്ളക്ക് കൈയുടെ വിറവില്ല, കേക്ക് മുറിച്ചേച്ച് കുത്തി കയറ്റി നാടെ മൂക്കിനകത്താ കയറിയത്. പണ്ട് കാലത്ത് ഇത് ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോദ്യം, അച്ഛനില്ലയോ സെൻറ്ററിന്റെ മേഖലയുടെയും ചുമതല, ഞാൻ ചോദ്യം, അപ്പച്ചന്റെ കാലത്ത് തട്ടേപ്പാപ്പച്ചൻ എന്നാ പഴയ ആൾക്കാർ വിളിക്കുന്നത് പിതാവിനെ, തട്ടേപ്പാപ്പച്ചന്റെ കാലത്ത് ഇത് വല്ലതും ഉണ്ടോ? ഇപ്പൊ നിനക്ക് ചില കാശും പുത്തനുമായി നിന്റെ പരുവക്കേട് മാറിയപ്പോൾ നീ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ കൊണ്ടുവന്ന് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കേറ്റരുത്. ഇത് വേർപെട്ട ദൈവമക്കളുടെ സഭയാ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തൊരാചാരവും അനുവദിക്കരുത്. അവൻ വേർപാടിന്റെ ഉപദേശമായി ഇതിനകത്ത്. അത് സഭയിലെ കാശുള്ളവനാണ്. കാശുണ്ടെങ്കിൽ കുറച്ച് ഗോള് പണിക്ക് കൊടുക്ക്. സെന്ററിലൊക്കെ സഭകളും ഗോളും ഇല്ലാത്തടത്തില്ലേ കാശ് കിടന്ന് കുത്തുന്ന കൊടുക്കടാ. 8-10 ഏക്കറുണ്ട്, 5, 8, 10, 20 ഏക്കറുണ്ട്. സഭയ്ക്ക് കൊടുക്കുന്ന 7.5 സെന്റ്, നടക്കാൻ പോലും വഴിയില്ല. 7.5 സെന്റ് കൊടുത്തച്ച് ശീലാന്തിയെ കയറിയിരിക്കുക. അതാരാ ശീലാന്തി ഇരിക്കുന്നത്? അത് സ്ഥലം കൊടുത്ത അച്ചായന, താഴെ ഇരിക്കാൻ മേലേ ഇട കൊടുക്ക്. നീ അവസാനം നീ മുടിയാൻ നേരത്ത് ഇതെല്ലാം കൂടി ഇട്ടേച്ച് നീ പോണം. നീ ദൈവത്തിന് കൊടുത്താൽ സ്വർഗത്തിൽ ചെന്നാലെങ്കിലും പ്രതിഫലം കാണും. പ്രൈസ് ദി ലോർഡ്. ആഘോഷമല്ല വിഷയം, സപ്തതി ഷഷ്ടി. ഞാനൊരു കാര്യം പറയാം, ഇത് വേറെ ആചാരത്തിന്റെ ശക്തികളാണ്. ഏകാദശി, ദ്വിതീയദശി, ത്രാദശി, ചതുർദശി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, 10 എനിക്കെല്ലാം ഇത് പറയാനൊക്കത്തില്ല. എന്നതാ പറഞ്ഞെന്നാന്നോ? അത് ഇവരടുത്ത ആഴ്ച സഭയെ പറയും. അതിനാ അവരോട് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേർപെട്ട സഭയ്ക്കകത്ത് വരരുത്. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. എല്ലാം ഒന്നും മൈക്ക് കൂടെ പറയാനൊക്കത്തില്ല. അതൊക്കെ വെട്ടിയിട്ടും കട്ടിട്ട് ഓരോരുത്തരുടെ ചാനൽ കയറ്റാൻ നമ്മുടെ പള്ളക്കടിക്കുക. ഇനി ഞാൻ അടിപ്പിക്കാം. വായിച്ചേ, അയക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഈ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടത് വെറുതെയായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു കാര്യം പറയാം, ഇത് വേർപാടിന്റെ ഉപദേശമാ. ഇത് വേർപെട്ട സഭയാ. ഇതിനകത്ത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യങ്ങൾ, മാമൂലികൾ കേറരുത്. അതെ, ഞാൻ ആ ഭാഗമെല്ലാം വിടുക. അപ്പൊ ഇങ്ങനെയുള്ള കാലത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു, നമ്മളെ വിശുദ്ധരാക്കി. അതാണ് കാദേശ്. നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും വരാം. ഇങ്ങനെ വിശുദ്ധമാക്കിയ കാദേശ് നടുങ്ങി. എന്തുകൊണ്ടാണ് കാദേശ് നടുങ്ങിയത്? ശ്രദ്ധിക്കുക. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. കനാനോട് ഏറ്റവും അടുത്ത സ്ഥലത്ത്. വായിച്ചേ, ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14. ഇനി സ്പീഡ് വാക്യം വായിക്കണം, പെട്ടെന്ന് പോകാം. ഇപ്പോൾ എഴുന്നേറ്റ് സേരേദത്തോട് കടപ്പിനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേദത്തോട് കടന്ന് നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടു മുതൽ സേരേദത്തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയെന്നാ പറയാൻ പേടിയാ. പക്ഷെ വായിക്കാനേ പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒന്നുകൂടെ ഉണ്ടല്ലോ മുടിഞ്ഞെന്ന്. അവർ മുടിഞ്ഞു തീരുന്നത് വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നശിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വിരോധമായി. അപ്പൊ ശ്രദ്ധിക്കുക, കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമാ കാദേശ്. ഇവിടെ ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ പഠിപ്പിക്കുക. ഇപ്പോൾ എഴുന്നേറ്റ് സേരേദത്തോട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേദത്തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറഞ്ഞിന്ന് പുറപ്പെട്ടത് മുതൽ സേരേദത്തോട് കടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരം. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അവർ മുടിഞ്ഞു തീരുന്നത് വരെ ഇവരെ നശിപ്പിക്കുവാൻ യഹോവയുടെ കൈ അവർക്ക് പാളയത്തിൽ വിരോധമായി. ഓടിച്ചു പറയാം, കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത സ്ഥലമാ കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ നമ്പർ 1 സ്ഥലമാണ്. ഞാൻ എപ്പോഴും പറയും, ഏദൻ പർദീസ കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമാ കനാൻ ദേശം. കനാൻ 4 അതിരുകളാ. കിഴക്ക് ബാഷാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടെ സുന്ദര സുലഭലമായ നല്ല സ്ഥലമാ കനാൻ ദേശം. നമുക്കറിയാം.
ആ കനാന്റെ പ്രത്യേകത, ഈ കനാൻ ദേശം എന്ന പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഇവിടെ വന്ന് കുടിയേറി പാർത്തു. അതുകൊണ്ടാണ് ഈ ദേശത്തിന് കനാൻ നാട് എന്ന പേര് വന്നത്. ആ കനാന്റെ സന്തതികളെ നമുക്കറിയാം. നോഹയുടെ കൊച്ചുമക്കളാ കനാന്യര്. നോഹയ്ക്ക് 3 മക്കൾ. ആരൊക്കെയാ? ഷേമും ഹാമും യാബത്തും. അതിലെ ഷേമിന്റെ 10ാം തലമുറ അബ്രഹാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് കനാന്യന് പേഴ്സലും. ജെയിംസ് മാസ്റ്റർ വായിക്കാമോ? വായിക്കാമെങ്കിൽ ഞാൻ പറയാം. ശരിയാണെന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 10:1, 10:6, 10:13, 10:14, 10:15, 11:10, 12, 14, 16, 17, 20, 22, 24, 26, 27. ആദ്യം 10:1 വായിച്ചേ. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത്. അതിലെ ശേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. വലത്തുവശത്ത് 11:10 ഷേമിന്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന്റെ വംശപാരമ്പര്യമാവിന്. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശാലേഖിനെ ജനിപ്പിച്ചു. 14-ാം വാക്യം ശാലേഖിന് 30 വയസ്സായപ്പോൾ അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം ഏബേരിന് വയസ്സായപ്പോൾ അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം പെലേഗിന് അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം രയൂവിന് അവൻ ശെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം ശെറൂഗിന് നാഹോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം അവൻ തേരകനെ ജനിപ്പിച്ചു. 26-ാം വാക്യം തേരകന് അബ്രഹാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. അബ്രഹാം എന്നുണ്ടോ? അബ്രാം സ്പീഡിൽ പോയത് കൊണ്ടാ. അപ്പൊ ഇത് തേരകന് 26 തേരകന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഗോർ, ഹാരാൻ 3 പേരെ ജനിപ്പിച്ചു. ഇനി തേരകന്റെ വംശപാരമ്പര്യം 27-ാം വാക്യം. തേരകിന്റെ വംശപാരമ്പര്യമാവിത്. തേരകന്റെ വംശപാരമ്പര്യമാവിത്. തേരക അബ്രാമിനെയും നാഗോറിനെയും ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ തന്റെ ജന്മദേശത്തെത്തി കൽദയരുടെ പട്ടണമായി ഊരി വെച്ച തന്റെ അപ്പനാകുന്ന തേരകന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമിന് നാഗോറും ഭാര്യമാരി കിടത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. മിൽക്കയുടെ പുത്രൻ ഹാരാന്റെ പുത്രിയായിരുന്നു. സാറാ മച്ചിയായിരുന്നു. തലമുറകളുണ്ടായില്ല. തേരക തന്റെ മകനാകുന്ന അബ്രഹാമിനെയും തന്റെ പുത്രൻ ലോത്തിനെയും തന്റെ മകനാകുന്ന അബ്രഹാമിന്റെ ഭാര്യയാകുന്ന മരുമകളെയും കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം തേരക ഹാരാന് വെച്ച് മരിച്ചു. ഇത് അബ്രാമ്യ പാരമ്പര്യം. നോഹയ്ക്ക് 3 മക്കളെ ഷേം, ഹാം, യാബത്ത്. ഷേമിന്റെ 10ാം തലമുറ അബ്രഹാം. 2-ാമത്തവൻ ഹാം. 10:6. ഹാമിന്റെ പുത്രന്മാർ 10:6. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്. മിസ്രയീം, പൂത്ത്. അടുത്ത വായിക്കാൻ മിസ്രയീം പൂത്തൊന്നും പറഞ്ഞിരുന്ന ഞാൻ എന്നാ കനാൻ കൂശിന്റെ പുത്രന്മാർ. അപ്പോൾ ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ 4 പേര്. അത് 2-ാമത്തവൻ മിസ്രയീം. അവൻ 6 പിള്ളേര്. 13-ാം വാക്യം മിസ്രയീമോ ലൂദി, അനാമി, ലഹാബി, നഫ്തൂഹി, പത്രൂസി, 6 പേര്. കണ്ടോ? മിസ്രയീമോ, ലൂദി, അനാമി, ലഹാബി, നഫ്തൂഹി, പത്രൂസി, കത്രൂസി 6 പേര്. ഇവരിൽ നിന്ന് ഫെലിസ്തർ 14-ാം വാക്യം. ഇവരിൽ നിന്ന് ഫെലിസ്തർ ഉത്ഭവിച്ചു. ഇനി കനാന് 11 പിള്ളേര്. കനാൻ തന്നെ ആദ്യജാതനായ 15-ാം വാക്യം. കനാൻ തന്നെ ആദ്യജാതനായ സീദോൻ, യബൂസൻ, അമോര്, ഗിർഗേസർ, ഹിവ്യർ, അക്കേർ, സിന്യൻ, അർവ്യോദ്യൻ, സമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. എത്രയുണ്ട്? എണ്ണിയില്ല, വായിച്ചേ ഉള്ളല്ലോ. 11 ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കനാന്യ പാരമ്പര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ വന്ന് ഈ കനാൻ ദേശത്തിന്റെ പടിഞ്ഞാറ തീരം കൈയടക്കി. ഈ കനാന്റെ സന്തതികൾ 11. ഇത് കനാൻ ദേശം കൈയടക്കിയതുകൊണ്ട് പിൽക്കാലത്ത് ഇവരുടെ പേരിനാൽ ഈ ദേശം അറിയപ്പെട്ടു. അതാണ് കനാൻ ദേശം. ചില സഭയൊക്കെ ചില ആൾക്കാരുടെ പേരിൽ അറിയപ്പെടുകയല്ലേ. തങ്കച്ചന്റെ സഭ, ലില്ലിക്കുട്ടിയുടെ സഭ, കുഞ്ഞോനച്ചാന്റെ സഭ. നിങ്ങൾ ഏത് സഭയില? ഞങ്ങൾ കുഞ്ഞോളമ്മയുടെ സഭയില. നിങ്ങൾ ഏത് സഭ? ഞങ്ങൾ കുഞ്ഞോനച്ചാന്റെ സഭയില. വന്നിപ്പോ യേശുവിന് സഭ ഇല്ല. യേശു വാതൊക്കെ നിന്ന് മുട്ടുക, ജോയിക്കുട്ടി എന്നെയും കൂടെ കയറ്റാൻ. അന്നേരം പറഞ്ഞു പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുക, വെയിറ്റ് ചെയ്യാൻ. വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു.
വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. അടിക്കുന്നു എന്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. അടിക്കുന്നു എന്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ? എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ? വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. ഇന്ന് രാത്രി നീ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കിടക്ക്. യേശു നിന്റെ ഉള്ളത്തിൽ വരട്ടെ. ഓടിച്ചു മുമ്പോട്ട് പോകാം. അപ്പോൾ കനാൻ ദേശം ഏറ്റവും സുന്ദര സുരബലമായ ദേശം. എല്ലാം വിവരിക്കാൻ നേരമില്ല. കനാന്റെ പ്രത്യേകതകള്, ആ കനാൻ ദേശത്തോട് അടുത്ത് കിടന്നതിന്റെ മാഗാദേശ കനാന്റെ പ്രത്യേകത. പുറപ്പാട് പുസ്തകം 3:7 എടുക്കണം. ആവർത്തനം 11:10, 11, 12, 13 സങ്കീർത്തനം 6, 106 സങ്കീർത്തനം 24. എല്ലാം വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ആവർത്തന 8:7 ഇപ്പം വായിച്ചാൽ മതി. ഇല്ലേ പോയി പറ്റുണ്ടാകുകയല്ല. ആവർത്തന 8:7 എടുത്തോ ജെയിംസ് മാസ്റ്ററെ. കനാന്റെ വിശേഷത. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്, നീ മടുത്തു പോകരുത്. നല്ല ദേശത്തേക്കാ ദൈവം നിന്നെ കൊണ്ടുവന്നത്. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, എടാ പെന്തിക്കോസ് വന്നത് അബദ്ധമല്ല, മണ്ടത്തരമല്ല, ഇത് ശ്രേഷ്ഠമാണ്. ഞാന് പെന്തിക്കോസുകാരനാണെന്നുള്ളതിൽ അഭിമാനിക്കുന്ന ആളാ. അല്ല നിന്നെ പോലെ ഒളിച്ചും പാത്തും പമ്മി നടക്കുകയല്ല. പെന്തിക്കോസിൽ വന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നയാളാ. ദൈവം കഴിഞ്ഞാൽ പെന്തിക്കോസുകാർ തന്നെ എന്റെ ബലം. എനിക്ക് പാരവെക്കുന്ന പെന്തിക്കോസ് ഉണ്ട്, അതൊന്നും എനിക്ക് വിഷയമല്ല. എന്റെ വിഷയം അതാണോ? നടുക്കടലിൽ കപ്പൽ താഴുമ്പോൾ 2 എണ്ണം തലയണയ്ക്ക് അടി ഉണ്ടാക്കുന്നെന്ന്. എടാ രക്ഷപ്പെടാൻ നോക്കല്, എന്റെ തലയണയാണ് ഞാൻ ഇന്നലെ വെച്ചാൽ നിനക്കത് ഞാൻ തലയണയ്ക്ക് അടിക്കാം. അതിനുള്ള നേരെ വന്നു. എനിക്ക് തലയണ അടിക്കാൻ നേരമില്ല. ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ എന്റെ ബലം പെന്തിക്കോസുകാർ തന്നെ. പെന്തിക്കോസിൽ വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നയാളാ. നല്ല ദേശത്തേക്കാ ദൈവം നിന്നെ കൊണ്ടുവന്നത്. ഈ കൊച്ചുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, മോനെ പെന്തിക്കോസിൽ നയിക്കുന്നതാണ് നല്ലത്. നമ്മൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ ചിലർ പറയും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരാനൊന്നുമല്ല, പിന്നെ ഇത് അങ്ങനൊന്നുമല്ല, നിങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കൂടെ വരണം. പിന്നെ കഷ്ടപ്പെട്ട് കൺവെൻഷൻ നടത്തുക, ഈ പെത്തപ്പാടല്ലോ ഉണ്ടാക്കുന്നതിനെ കേട്ടച്ചങ്ങ് വിടാനാണോ? എടാ മുഴുവൻ എണ്ണോ ഇവിടെ വരണം. അതാ ആഗ്രഹം. പൗലോസ് പറഞ്ഞ പോലെ ചങ്ങലയൊഴികെ മുഴുവൻ ആൾക്കാരും ഈ മാർഗത്തിൽ വരണം. നിർബന്ധിച്ചൊന്നും വരുത്തുകയല്ല, സമ്മർദ്ദമൊന്നും ഭീഷണിയൊന്നുമല്ല. നീ സ്വയമായി തീരുമാനിച്ച് ഈ മാർഗത്തിൽ വന്നാൽ നിനക്കും നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. ഇതിനകത്ത് പരമാർത്ഥ മനസ്സോടെ വന്ന ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഒരെണ്ണത്തിന് ദോഷവും വന്നിട്ടില്ല. എന്റെ ഭാഷ പറഞ്ഞ ഒരെണ്ണം പേടായിട്ടില്ല. ഈ മാർഗത്തിൽ വന്നതാ ഭാഗ്യം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവന്നത്. പിന്നെ അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുള്ള ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരി അതി മാതളമുള്ള ദേശം, ഒലിവ് പുഷ്പവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, പിന്നെ കല്ല ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമര വെട്ടിയെടുക്കുന്നതുമായ ദേശം, പിന്നെ നീ ഭക്ഷിച്ച് പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ കൃപയിൽ വന്നു കഴിഞ്ഞ് നീ ആള് കളിച്ച് കയ്യും കെട്ടി വായും പൂട്ടി ഞാൻ വലിയ പുള്ളിയാണെന്നും പറഞ്ഞ് ിക്കരുത്. നീ ദൈവത്തെ സ്തുതിക്കണമെന്നാ പച്ച മലയാളത്തിൽ. ഞാൻ പാസ്റ്ററാ, ഞാൻ സെൻട്രൽ പാസ്റ്ററാ, ഞാൻ കൗൺസിലാ, ഞാൻ കമ്മിറ്റിയാ, ഞാൻ കൗൺസിൽ, ഹൈ കൗൺസിലാ. നിന്റെ കുന്തം ദൈവത്തെ ആരാധിക്കണമെന്നാ പറഞ്ഞത്. സ്തോത്രം. സഭയ്ക്ക് ഇതൊക്കെ ആവശ്യമാ, സെക്രട്ടറിയും കമ്മിറ്റിയും ഒക്കെ ആയിക്കോട്ടെ. ഇതൊക്കെ തെറ്റെന്നല്ല, വേണ്ടാന്നൊന്നും എന്റെ വാദമല്ല. പക്ഷേ ആള് കളിച്ച് കസേര കയറി നീ ഇരിക്കരുത്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ കയ്യും കെട്ടി വായും പൂട്ടി ആള് കളിച്ച് ധരിക്കാറ് ദൈവത്തെ മഹത്വപ്പെടുത്ത.
ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നിന്നെ ഭദ്രമായി പരിപാലിച്ചില്ലയോ? ദൈവം നിനക്ക് ആയുസ് തന്നില്ലയോ? നമ്മളെക്കാൾ ഉന്നതന്മാർ സേട്ടന്മാർ മാറ്റപ്പെട്ടപ്പോൾ ഇന്ന് രാത്രിയും ആയുസോടെ കൂടി വരുവാനും ഇരിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനിടയാക്കിയത് ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇപ്പൊ ആരാധനയും പ്രാർത്ഥനയും ഒന്നും പലയിടത്തും ഇല്ലല്ലോ. പണ്ടൊക്കെ പെന്തിക്കോസുകാരുടെ വീടിന്റെ വാതിൽക്കൊക്കെ രാവിലെ പോയ പാട്ട് കേൾക്കും, മനമേ പക്ഷി ഗണങ്ങൾ, അല്ലെങ്കിൽ ഉഷകാലെന്ന എഴുന്നേൽക്കുക. ഇതൊക്കെ കേൾക്കും. ഇപ്പോഴോ ചില വീടുകളിൽ കേൾക്കും. 8:30 ആയപ്പോഴായിരുന്നിട്ട് മനമേ പക്ഷി. പക്ഷി അറബിക്കടലും കടന്ന് മസ്കറ്റിന്റെ മുനമ്പിൽ ചെന്ന് തിരിച്ച് അടിവാരത്തെത്തി. എന്നാ നമ്മളിരുന്ന് മനമേ പക്ഷി കളിയാക്ക ഓടി. ഞാനും വെളുപ്പിനെ എഴുന്നേറ്റ് ഇവിടെ പക്ഷി രാവിലെ എഴുന്നേറ്റ് തീരെ തേടി പോവല്ലേ. സ്തോത്രം. 8:30 എഴുന്നേറ്റ്. പണ്ടൊക്കെ ഞാൻ പറയാനുണ്ട്, പണ്ട് പെന്തിക്കോസുകാര് സ്ഥലം ചോദിച്ചാൽ കൊടുക്കുകയല്ലായിരുന്നു. മലബാറിലെ അറിയത്തില്ല, സെൻട്രൽ താമര സ്ഥലം ചോദിച്ചാൽ കൊടുക്കുകയല്ല. അന്ന് കാശും കുറവാ, വസ്തു എന്ന് ചോദിച്ചാൽ ആരും കൊടുക്കുകയല്ല. അഥവാ ചെന്ന് അഡ്വാൻസ് കൊടുത്തേച്ച് നമ്മൾ പോയാൽ അവർ വീണ്ടും തിരിച്ചു വിളിക്കും. ചില സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തതാ, 100 രൂപ അഡ്വാൻസ് കൊടുത്തു, അവർ നമ്മളെ തിരിച്ചു വിളിക്കും. ഇനി വന്ന് കഴിഞ്ഞ ദിവസം പൈസ എന്ന ആളിന് അതെ അഡ്വാൻസ് അങ്ങ് തിരിച്ചു തരിക. അയ്യോ നിങ്ങൾക്ക് തരത്തില്ല. അതിനാ അതെ എൻ്റെ അനിയൻ പറഞ്ഞു നിങ്ങൾ ഈ ബെന്തിക്കോസാന്ന അവൻ പണ്ട് നിങ്ങൾ ഈ അലപ്പറ ഉണ്ടാക്കുന്നേ ബെന്തിക്കോസ് എന്നും കണ്ട അങ്ങനെ കണ്ട എൻ്റെ കോസല്ലേ നിങ്ങൾ. അപ്പൊ അന്നത്തെ ആൾക്കാർ ഞങ്ങൾ പെന്തിക്കോസ് പെന്തിക്കോസ് അത് തന്നെ. അവൻ ഇന്നലെ വന്ന് പറഞ്ഞോ ഇതുങ്ങൾക്ക് കൊടുക്കരുത്, അഡ്വാൻസ് തന്ന 100 ആണെങ്കിൽ 150 തിരിച്ചു കൊടുത്തേക്കണം. ഞാൻ ചോദിച്ചു എന്നാടാ കുറിയാക്കോ? അവൻ പറഞ്ഞു എൻ്റെ സന്ധ്യയാകുമ്പോൾ ഇതുങ്ങളെല്ലാം കടന്ന് അലപ്പറയാന്ന് പറഞ്ഞ് തമ്പേറ് വല്ല കുമ്പനാട്ടി എന്ന് തമ്പേറ് മേടിച്ച് ഇതുങ്ങൾ സന്ധ്യയാകുമ്പോൾ കിടന്ന് അടിയും ബഹളവും അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് ഇതുങ്ങൾ അച്ചായന് കിടന്ന് ഉറങ്ങാനൊക്കത്തില്ല. അത് അവൻ ഇന്നലെ പറഞ്ഞപ്പോഴാണ് എനിക്ക്. അതുകൊണ്ട് എൻ്റെ പൊന്നച്ചാ ഈ കാശ് 50 കൂടുതൽ പിഴ പണ്ട് തരികയല്ല, ഇപ്പം നേരെ തിരിച്ചു നമുക്ക് വിളിച്ചു തരിക. ബേച്ച ഇച്ചിരി വസ്തുവുണ്ട്, പിള്ളേര് അമേരിക്കയിലും കാനഡയിലും കാശുണ്ടല്ലോ. നമ്മൾ പറയും എനിക്കിപ്പോൾ ആവശ്യത്തിൽ ഇതുകൂടെ അങ്ങ് എടുക്കുക, വിളിച്ചു തരിക. അതിന് കാരണം കൂടെ പറയാം. അവർക്ക് ഇപ്പം മനസ്സിലായി നമുക്ക് പഴയതുപോലെ വലിയ അലപ്പൊന്നുമില്ല. ഇപ്പൊ തമ്പേറ് അടിച്ച പാട്ടൊന്നും ഇപ്പൊ നമ്മള് നല്ല ഏട്ടക്കൂരി മൂരിക്കാളെ മേടിച്ച് അറഞ്ഞ് പിടിച്ചേച്ച് ഇതിന്റെ നെയ് മുറ്റി യോഗത്തിന് വന്നിരുന്ന് ഈത്ത വാറ്റുന്നില്ലെന്നേ ഉള്ളൂ. അവർക്കും അറിയാം ഇതുങ്ങൾ ഇപ്പൊ അലപ്പറയൊന്നും ഒരു ശബ്ദവുമില്ല, ഒരനക്കവുമില്ല. നിങ്ങൾ നോക്കിയാൽ ചില സഭകളിൽ ചെന്ന് ഒരനക്കമില്ലല്ലോ. ഓരോരുത്തർക്ക് ഓരോ കസാര. പണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സീസറുടെ അമ്മ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ പെണ്ണുങ്ങൾ, 1-2 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ കസേര. ആരും അനങ്ങുന്നുമില്ല. പണ്ടങ്ങനല്ല, നല്ല തീയുടെ ആരാധനയാണ്. നീ ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ വായിക്കുക, നല്ലൊരു ദേശത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നത്. ആവർത്തന പുസ്തകം 8:7 മുതൽ പഠിക്കുക. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവന്നത്. അത് താഴ്വരയ്ക്കും മലയ്ക്കും പുറപ്പെടുന്ന നീരടുക്കുകൾ ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരി അത്തി മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, പിന്നെ കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഇതാണ് ശ്രേഷ്ഠത. നീ രക്ഷിക്കപ്പെട്ടതാ ഭാഗ്യം. രക്ഷിക്കപ്പെട്ട സകല എണ്ണവും വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് സഭയിൽ വരുന്ന എല്ലാവരും ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ നീ അഭിഷേകം പ്രാപിക്കണം. ഞാൻ ആ പദം പറയുമ്പോൾ ചില സഭക്കാർ ചിലപ്പോൾ ആ പദം എടുത്ത് എന്നെ അലക്കാൻ സാധ്യത അല്ല, എന്നെ അലക്കാനായിട്ട് വിട്ടേക്കുന്നതാണല്ലോ.
ആര് കയറി അലക്കിക്കോ, എനിക്ക് വിഷയമല്ല. പക്ഷെ നീ അഭിഷേകം പ്രാപിക്കണം. എടാ, അഭിഷേകം പ്രാപിക്കാത്തവനെ കമ്മിറ്റി കയറ്റരുത്. അഭിഷേകം പ്രാപിക്കാത്തവൻ ഒരു സ്ഥാനവും കൊടുക്കരുത്. മേശമേച്ചു സൂക്ഷിക്കാൻ വിളിച്ചവൻ സാക്ഷ്യവും നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മാവ് സ്വോത്രം ഒക്കെ ഉള്ളവരെയാണല്ലോ, അഭിഷേകമുള്ളവനെയാണല്ലോ. അഭിഷേകം വേണം. ചിലർ ആരാധിക്കത്തില്ലല്ലോ. എല്ലാവരും നന്നായിട്ട് ആരാധിക്കുമ്പോൾ കുറുക്കം നോക്കും പോലെ നോക്കുക. പണ്ടുണ്ടായിരുന്ന ജൗളിക്കട ബൊമ്മ ശീമാട്ടി റെഡ്ഡിയാരുടെ ഇവിടെ നനഞ്ഞല്ല. അതാണോ ആരാധന? അല്ല. നമ്മുടെ സഭയ്ക്കകത്തുള്ളവർ ആത്മാവിൽ നിറയണം. ഇത് പെന്തക്കോസ്ത് ഉപദേശം, ഇത് വേർപാടിന്റെ ഉപദേശം. ഞാൻ ദീർഘമാക്കുന്നില്ല, പെട്ടെന്ന് നിർത്തുക. ഇതിന്റെ ബാക്കി ദൈവം അനുവദിക്കുകയാണെങ്കിൽ ജെയിംസ് മാസ്റ്റർ അവിടെ ഒക്കുക എന്നേ പറയാം. അവിടെ 2 ദിവസമല്ലേ പറയണ്ടേ? ഒന്നുകൊണ്ട് തൃപ്തിയായിരിക്കും. സ്ഥലം എവിടെയുമായിട്ട് അവിടെ പറയും. സ്ഥലം നിങ്ങൾ പറഞ്ഞാൽ മതി. ഏതാനും നിമിഷം കൊണ്ട് അങ്ങ് നിർത്തുക. ആത്മനിറവിൽ നാം ദൈവത്തെ ആരാധിക്കണം. നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. 2-3 കാര്യം പറഞ്ഞങ്ങ് ക്ലോസ് ചെയ്യുക. കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ, ഒന്നുകൊന്നുക്ക് മെച്ചം. കോതമ്പ്, യവവും, മുന്തിരി, അത്തിയും. ഗോതമ്പ്, നല്ല ഗോതമ്പ് കനാനിലുണ്ട്. അത് ആത്മീകമായിട്ട് വ്യാഖ്യാനിച്ചാൽ അഭിഷിക്തദാസന്മാർ പ്രാർത്ഥിച്ച് ദൂതൊരുക്കി നല്ല വചനത്തിന്റെ മർമ്മം നിനക്ക് വിളമ്പിത്തരും. അതിവിടെ വന്നെങ്കിലേ കിട്ടുമുള്ളൂ. വചനത്തിന്റെ ആഴം എത്ര മഹാനായ സേട്ടന്മാർ, ദൈവദാസന്മാർ ദൈവവചനം പഠിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സഭ വളർന്നു വന്നത്. വചനത്തിന്റെ ആഴം. നല്ല ഗോതമ്പ് ഇവിടെ വന്ന് കിട്ടണം. നമുക്ക് നല്ല ഗോതമ്പ് അല്ലല്ലോ കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നതെല്ലാം പിശിട. അതാ ചപ്പാത്തി ഉണ്ടാക്കി എഴുന്നേറ്റ് നിന്നാ കടിക്കുന്നേ. ഇല്ല, ഏകുകയല്ല. താമസിച്ച ചപ്പാത്തി വയ്ക്കും തങ്കച്ചൻ താമസിച്ചു വന്നെന്ന്. നല്ല ഗോതമ്പ് കനാൻ നാട്ടില്ല. ഗോതമ്പ്, യവം, മുന്തിരി, അത്തി എല്ലാം വിവരിക്കുന്നില്ല. അത്തി രോഗശാന്തിക്ക് ഉതകുന്നതാ. അത്തിപ്പടക്കട്ട കൊണ്ട് പരിവെമ്മെ പുരട്ടിയപ്പോൾ അവന് രോഗശാന്തി ഉണ്ടായി. ഇന്ന് രാത്രി കൃപയിൽ വന്ന് നിനക്ക് സൗഖ്യമുണ്ട്. യേശു നിന്നെ സൗഖ്യമാക്കും. യേശു നിന്നെ വിടിവിക്കും. യേശു നിന്നെ രക്ഷിക്കും. നല്ല ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് കഴിക്കേണ്ടത് പോലെ കഴിച്ചാൽ വിടുതല. കുഞ്ഞാടിനെ എങ്ങനെ കഴിക്കണമെന്ന് പുറപ്പാട് 12:7 ചുട്ടു തിന്നണം. പച്ചയ്ക്കും വെള്ളത്തിൽ പുഴുങ്ങിയും അവൻ തിന്നരുത്. ചുട്ടു തിന്നണം. ചുട്ടു തിന്നുന്നവനെ കണ്ടാലറിയാം. ചുട്ടു തിന്നുന്നവൻ യോഗത്തിന് വന്നാൽ അറിയാം. ഇത് കഴിക്കേണ്ടത് പോലെ കഴിച്ചാൽ നമുക്കറിയാമല്ലോ. ശൗമേലിന്റെ 1-ാം പുസ്തകം 30 ദാവീദിന്റെ പട്ടണമെല്ലാം കൂടെ പിടിച്ചു കെട്ടി ആൾക്കാരെയെല്ലാം പിടിച്ചുകൊണ്ടുപോയി, ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയി. ദാവീദ് ബലമില്ലാതാകോളം കരഞ്ഞു. ഒടുവിൽ ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ജനം പ്ലാനിട്ടപ്പോൾ ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ട് ആലോചന ചോദിച്ചു, കർത്താവേ, ആ പരീക്ഷയുടെ പുറകെ പോണോ? ദൈവം തമ്പുരാൻ പറഞ്ഞു, പൊക്കോ. ദാവീദ് അബ്യാഥാർ പുരോഹിതനുടെ ഏബോധ കൊണ്ടുവരാൻ പറഞ്ഞു. ആലോചന ചോദിച്ചു. 600 പേരെ കൂട്ടിക്കൊണ്ട് ബെസോർ തോട്ടിക്ക് വന്നപ്പോ 200 പേര് പോയില്ല. 400 പേര് അക്കരെ ചെന്നു. ബസോർ തോട്ടി വന്നപ്പോ 200 പേര് പറഞ്ഞ് ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല. ഇവര് കീർവാണമൊക്കെ പറയും, ഞങ്ങൾ പണ്ട് യോർദാൻ കടന്നതാണ്. ജീസസ്, എന്റെ ഗ്രാൻഡ് ഫാദർ ചെങ്കടല്. ജീസസ്, നിനക്കിപ്പോ ഒരു കൈത്തോട് പോലും ചാടാനില്ല. പഴയ വകുപ്പ് പറയാ. എന്റെ ഗ്രാൻഡ് ഫാദറിനെ അറിയാമോ? ഇല്ല. അയ്യോ, അപ്പച്ചൻ ചെങ്കടല് കിടന്നതിന്റെ പിക്ചർ. ജീസസ്, എടാ, നിനക്ക് വാച്ചാല് ചാടി കിടക്കാനൊക്കെ നോയിപ്പ. നീ അപ്പച്ചന്റെ അപ്പച്ചനെ ചെയ്തു, അപ്പച്ചൻ പ്രതിഫലം മേടിക്കും. പിന്നെ എന്റെ ഫാദർ, അയ്യോ പപ്പ യോർദാൻ, ഡാഡി പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഒഴുക്കായിരുന്നെന്ന്. പിന്നെ അതൊക്കെ സമ്മതിച്ചു, അഭിനന്ദിക്കുന്നു. ഇപ്പൊ ബെസോർത്തോട് കിടക്കാൻ മേലല്ലോ. 200 പേര് അവിടെ തങ്ങി. 400 പേരുമായിട്ട് പോയി. വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഇവൻ രോഗിയാ, ക്ഷീണിതനാ, വയ്യ, മരണത്തോടടുത്തു. ഇവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ ഒക്കെ കൊണ്ടുവന്നു. 30:13 ദാവീദ് പേര് ചോദിച്ചു, നീ എവിടുത്തുകാരൻ? അവൻ പറഞ്ഞു, ഞാനൊരു മിസ്രയീം ബാല്യക്കാരൻ. എവിടാ, എന്താ വിഷയം? ഞാനൊരു അമാലേക്കിന്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പ് എനിക്ക് രോഗം വന്നപ്പോൾ എന്റെ യജമാനൻ എന്നെ വഴിയിൽ ഇട്ടേച്ചു പോയി. കണ്ടോ,
ലോകത്തിന്റെ പുറകെ പോയാൽ നിനക്ക് രോഗം വരുമ്പോ, ക്ഷീണം വരുമ്പോ, തളർച്ച വരുമ്പോ നിന്നെ വഴിയിലിട്ട് വെച്ച് പോകും. എന്നാൽ എന്റെ അഭിഷിക്തദാസന്മാരോട് പറയട്ടെ, നല്ല പ്രായത്തിൽ യേശുവിനെ ശുശ്രൂഷിച്ചാൽ, യേശുവിനെ ആരാധിച്ചാൽ, യേശുവിന് വേണ്ടി ജീവിച്ചാൽ, യേശുവിനെ ആരാധിച്ചാൽ ദീനം വരരുത്. അഥവാ വന്നാൽ വഴിയിലിട്ട് വെച്ച് പോകത്തില്ല, ദീനത്തിൽ കിടക്ക മാറ്റിവിരിക്കും. അതാണ് ശുശ്രൂഷയുടെ മഹത്വം. എന്റെ പ്രിയരായ ദൈവദാസന്മാരെ, ഈ ശുശ്രൂഷ മഹത്വമുള്ള ശുശ്രൂഷയാ, ഇത് തേജസ്സിന്റെ ശുശ്രൂഷയാ. മടുത്തു പോകരുത്, ക്ഷീണിക്കരുത്. ഇതിനകത്ത് മാനാപമാനമുണ്ട്, ദുഷ്കീർത്തി സൽകീർത്തിയുണ്ട്. പക്ഷേ നല്ല പ്രായത്തിൽ ഓജസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്തവരാ. നിങ്ങളെ ദൈവം തള്ളിക്കളയത്തില്ല, നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളെ ദൈവം തള്ളിക്കളയത്തില്ല. ദീനത്തിൽ നിന്റെ കിടക്ക മാറ്റിവിരിക്കും. ഞാൻ എന്റെ വാക്ക് നിർത്തുക. പോക്കി എടുത്തു കൊണ്ടുവന്ന് പേര് ചോദിച്ചു. മിസ്രൈം ബാല്യക്കാരൻ, ആ മാല്യക്കിന്റെ ഭൃത്യൻ, രോഗിയാ, ക്ഷീണിതനാ, ആരുമില്ല, മരിക്കാൻ കിടക്കുന്നു, വഴി കിടക്കുന്നു. വ്യാഖ്യാനിക്കണ്ടടാ, നേരമില്ലാത്ത കൊണ്ടാ, ബാക്കി അവിടെ പറയാം. വഴി കിടക്കുന്നു. ദാവീദിന്റെ ഒക്കെ കൊണ്ടുവന്നപ്പോ അവന് ദാവീദ് 4 കൂട്ടം സാധനം കൊടുത്തു. അത് വായിച്ച് നമുക്ക് ഇന്ന് രാത്രി അങ്ങ് നിർത്താം. 30:11 വായിച്ചേ. ശൗമേലിന്റെ 1-ാം പുസ്തകം 30:11. പെട്ടെന്ന്. അവർ വയലിൽ വെച്ച് ഒരു മിസ്രൈമിനെ കണ്ടു. ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. ഇവന്റെ അടുക്ക കൊണ്ടുവന്നു. അവൻ അപ്പം കൊടുത്തു. ഇങ്ങോട്ട് നോക്കിയേ, 13-ാം വാക്യത്തിൽ ഇവൻ ക്ഷീണിതനാ, രോഗിയാ, വയലിൽ കിടക്കുക, വയലില, ആരുമില്ല, രോഗിയാ, യജമാനൻ ഉപേക്ഷിച്ചു, സഹായത്തിന് ആരുമില്ല, മരിക്കാറായി, എഴുന്നേക്കാൻ മേല. എന്തെല്ലാം അപാകതയാ ഇതൊക്കെ! എല്ലായിരുന്നോ എനിക്ക് നിങ്ങൾക്ക് നേരത്തെ? അവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്ക കൊണ്ടുവന്നു. ദാവീദ് ചോദിച്ചു, എവിടുത്തുകാരനാ? മിസ്രൈമി ബാല്യക്കാരൻ. എന്തുവായിരുന്നു ജോലി? ഞാൻ അമാലേക്കിന്റെ ഭൃത്യനാ. വയ്യ. ദാവീദ് അവന് 4 കൂട്ടം സാധനം കൊടുത്തു. ഒന്ന്, അവൻ അപ്പം കൊടുത്തു. അങ്ങനല്ലയോ? അപ്പം ദൈവത്തിന്റെ വചനമാണേ. അപ്പം മനുഷ്യനെ അപ്പം കൊണ്ട്, ഇവിടുത്തെ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ജീവന്റെ അപ്പം ആന്നേ. അപ്പം കൊടുത്തു. പിന്നെ 2, അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അതിനോട് നോക്കി, ആദ്യം അപ്പം കൊടുത്തു, വെള്ളവും കൊടുത്തു. അപ്പം തന്നെ തിന്നാലേ തൊണ്ട കെട്ടും, വെള്ളം വേണം. വ്യാഖ്യാനിക്കാൻ നേരമില്ല. അപ്പം തന്നെ തിന്ന മനസ്സിലായി കാണും. അത്ര മനസ്സിലായാ മതി. ചെല്ലു പറഞ്ഞ വെള്ളം വേണ്ടെന്നാ, ചെല്ലു പറഞ്ഞ വെള്ളം നിന്നെന്നാ, ചെല്ലു പറഞ്ഞ അതിപ്പം ഇല്ലെന്നാ. എന്നോട് എന്നാ പറയാന്? വെള്ളം കൊടുത്തു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയല്ലയോ? ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുലുക്കത്തില്ല. ഇവൻ അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു. പിന്നെ കൊടുത്തത് ഒരു കഷ്ണം അത്തിയട, രോഗശാന്തിയാ. അടുത്തത് 2 ഉണക്കമുന്തിരിക്കൊലയും കൊടുത്തു. നിർത്തിക്കേ. അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, അത്തിയട കൊടുത്തു, ഉണക്കമുന്തിരിക്കൊല. ആർക്കാ കൊടുത്തത്? രോഗി, ക്ഷീണിതൻ, ഉപേക്ഷിക്കപ്പെട്ടവൻ, മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുന്നു. ഈ 4 കൂട്ടം സാധനം കൊടുത്തപ്പോൾ അടുത്തത് അത് തിന്നപ്പോൾ അവൻ ഉയിർ വീണു. അവന് ഉയിര് വീണു. ഇന്ന് രാത്രി നിന്റെ ക്ഷീണമെല്ലാം മാറണം. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകണം. ബന്ധനസ്ഥർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കണം. ഈ രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. യേശു നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി ദൈവം നിനക്ക് വിടുതൽ തരുന്ന രാത്രിയാ. നിന്റെ ക്ഷീണം മാറ്റി, തളർച്ച മാറ്റി, തകർച്ച മാറ്റി, നിന്റെ രോഗബന്ധനങ്ങളെ അടിച്ച് ഈ രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. എല്ലാവരും അല്പസമയം പ്രാർത്ഥിക്കാം.